മരുന്നുകളില്ല ഈ രോഗത്തിന്, ഭേദപ്പെടാൻ വേണ്ടി മരുന്നുകളില്ല. ഞാനത് മനസ്സിലാക്കുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ കരം, ആ കരം നീട്ടി ദൈവം എന്നെ തൊട്ടാൽ ഈ രോഗത്തിനും ഒരു സൗഖ്യം തരാൻ എൻ്റെ ഈശോയ്ക്ക് പറ്റും. ആ വിശ്വാസത്തോടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വെച്ചാൽ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞവൻ എൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പം സഹോദരങ്ങളെ ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ, നിരാശയോട് കൂടിയാണോ ധ്യാനം തീരുന്നൊരു സമയമാകുന്നു, അവസാന ദിവസങ്ങളാകുന്നു, ഈ ഒരു രോഗത്തിന്റെ നിരാശയോടുകൂടി പ്രയാസത്തോടു കൂടിയാണോ നീ ഇനിയും എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ എനിക്ക് തന്നൊരു മറുപടി ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ആ കൊച്ചു തന്ന മറുപടി എന്തിനച്ചാ ഞാൻ നിരാശപ്പെടണം? എന്തിനു ഞാൻ നിരാശപ്പെടണം? എന്നിട്ട് അവൻ കൂട്ടിച്ചേർത്ത് എന്നോട് ചോദിക്കുന്നു, എൻ്റെ കഴിഞ്ഞ നാളുകളിലെ കുത്തഴിഞ്ഞ ജീവിതം എനിക്ക് സമ്മാനിച്ചതല്ലേ അച്ഛാ ഇത്? അവൻ എന്നിട്ട് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: ഞാൻ നടക്കേണ്ട വഴിയിൽ ഞാൻ തന്നെ കുഴി കുഴിച്ചു, ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ ചെന്ന് വീണു. ഇന്ന് മുറിവേറ്റവനായി, തകർന്നവനായി, തളർന്നവനായി ഞാൻ നിസ്സഹായതയോടെ നിൽക്കുമ്പം നിരാശപ്പെട്ടത് കൊണ്ടായില്ലല്ലോ അച്ഛാ, ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ഞാൻ ഈശോ തരുന്നൊരു ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നിൽക്കുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അരികിൽ മുട്ടുകുത്തുന്ന ഒരു കൊച്ചു സഹോദരൻ. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ തലയിൽ ഞാൻ ഈ കൈവച്ചവനെ അനുഗ്രഹിച്ചു. പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ചവൻ മടങ്ങുമ്പം എൻ്റെ മനസ്സിലൂടെ ഒന്ന് കടന്നുപോയൊരു തിരുവചനം, ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവച്ച തിരുവചനം തന്നെ, സംഖ്യ 32:23. നിന്റെ പാപം നിന്നെ മുറിപ്പെടുത്തും, വേട്ടയാടുമെന്ന് ദൈവം നമ്മെ നോക്കി പറഞ്ഞ വാക്കുകൾ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ പാപത്തിന്റെ അവസ്ഥകൾ നമ്മെ തകർച്ചയിലേക്ക് നയിക്കും. നഷ്ടങ്ങളും നൊമ്പരങ്ങളും കൊണ്ടുവരും. ജീവിതത്തിൽ പാപം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയും ജീവിതത്തിന്റെ പാപത്തിന്റെ അവസ്ഥകൾ. ദൈവത്തിന്റെ വാക്കുമറന്ന് തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളാണ്. ഓരോ പാപവും അതാണ്. ദൈവത്തിൻ്റെ വാക്കിനെ അവഗണിക്കുന്നു, ദൈവത്തിൻ്റെ വഴികൾ അവഗണിക്കുന്നു, തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുന്നു. മനുഷ്യചരിത്രത്തിലെ ആദ്യ പാപം അതായിരുന്നു. അന്നു തൊട്ട് ഇന്ന് വരെ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വീഴ്ചയും, ഓരോ പാപവും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ സ്വരം അവഗണിക്കുന്നു, തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുന്നു, ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നു, ദൈവത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും നാം അവിടെ അകന്നു പോകുന്നു. ഞാൻ സൂചിപ്പിച്ചല്ലോ, ആദ്യ പാപം അതായിരുന്നു മനുഷ്യചരിത്രത്തിൽ. നമുക്ക് ഏതാനും നിമിഷങ്ങൾ അതൊന്ന് ഓർക്കാം, ധ്യാനിക്കാം. നമ്മുടെ മനസ്സിലുണ്ട് മനുഷ്യൻ്റെ ആദ്യത്തെ വീഴ്ച. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങൾ അത് വിവരിക്കുന്നുണ്ട്. പറുദീസായിൽ സംഭവിക്കുന്ന മനുഷ്യൻ്റെ ആദ്യത്തെ വീഴ്ച നമ്മുടെ മനസ്സിലുണ്ടല്ലോ സഹോദരങ്ങളെ. ആദവും ഹവ്വയും ദൈവം തൻ്റെ ഈ പ്രിയമക്കളെ പറുദീസ തോട്ടത്തിലാക്കുന്നു. അവർക്ക് വേണ്ടതൊക്കെ ദൈവം അവിടെ ഒരുക്കി കൊടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് ദൈവം കൊടുക്കുന്നു: മക്കളെ, തോട്ടത്തിന് നടുക്കൊരു മരം നിൽപ്പുണ്ട്. നല്ല ഫലങ്ങൾ ആ മരത്തിൽ കായ്ക്കും. ആ മരത്തിലെ ഫലങ്ങൾ കാച്ചു കിടക്കുമ്പോൾ അടുത്തു ചെല്ലാനും പറിച്ചു തിന്നാനും ഒക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അരുത്, ആ മരത്തിൻ്റെ അടുത്ത് പോകരുത്, ആ കാ പറിച്ചു തിന്നരുത്. ആ കാ പറിച്ചു തിന്നാൽ നിങ്ങൾ മരിക്കും. ദൈവത്തിൻ്റെ സ്വരമാണത്, ദൈവം കൊടുക്കുന്ന മുന്നറിയിപ്പാണത്. നമ്മുടെ മനസ്സിലുണ്ട് സഹോദരങ്ങളെ, ദൈവം ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ട് മാറുമ്പം ആര് വരുന്നു? തിന്മയുടെ ശക്തി വരുന്നു, പാമ്പിൻ്റെ രൂപത്തിൽ വരുന്നു, ഹവ്വായെ സമീപിക്കുന്നു. എന്നിട്ട് അവളോട് പറയുന്നു, തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന മരം അതെന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? ഇത്ര നല്ല കായ്കൾ കാച്ചു കിടന്നിട്ടും എന്തുകൊണ്ട് ആ കായ്കൾ നിങ്ങൾ പറിച്ചു തിന്നുന്നില്ല? അല്ലെങ്കിൽ ആ മരത്തിൻ്റെ അടുത്തോട്ട് പോകാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല? നിഷ്കളങ്കതയോടെ അവൾ മറുപടി കൊടുക്കുന്നുണ്ട്, അരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ മരത്തിൻ്റെ കായ്കൾ പറിച്ചു തിന്നരുതെന്നും അതിൽ അപകടമുണ്ടെന്നും ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ തിന്മയുടെ ശക്തി അവളെ പറഞ്ഞ് പറ്റിക്കുകയാണല്ലോ. എന്തുകൊണ്ട് ദൈവം പറഞ്ഞു അരുതെന്ന്? ആ മരത്തിൽ അപകടമൊന്നുമില്ല. ആ മരത്തിൻ്റെ കായ്കൾ പറിച്ച് നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഐശ്വര്യവും സന്തോഷവും നിങ്ങൾക്ക് കിട്ടും. സാത്താൻ ഇത് പറയുമ്പം നമുക്കറിയാം ആര് പറഞ്ഞത്. ഹവ്വ കേൾക്കുന്നു, ദൈവത്തിൻ്റെ വാക്കിനെ അവഗണിക്കുന്നു, തിന്മയുടെ സ്വരം കേൾക്കുന്നു. മനുഷ്യചരിത്രത്തിലെ ആദ്യത്തെ പാപം അതാണ് ഞാൻ സൂചിപ്പിച്ചത്.
ഓരോ പാപവും ദൈവത്തിൻ്റെ വാക്കിനെ അവഗണിക്കുന്നു, ദൈവത്തിൻ്റെ വഴികളെ അവഗണിക്കുന്നു, തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുന്നു, തിന്മയുടെ വഴികളിലൂടെ നാം നടക്കുന്നു. അവിടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളാണ്. സമയം നമുക്ക് ഒരുപാടില്ലെങ്കിലും ഒന്ന് ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടോ. പാപം വരുത്തി വെക്കുന്ന ചില തകർച്ചകളുണ്ട് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. 4 തകർച്ചകൾ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോകും. ഒന്നിലോട്ട് ഞാൻ സമയമെടുത്ത് കടക്കില്ല, ഒന്ന് സൂചിപ്പിച്ചു പോകുന്നു. പാപം വരുത്തി വെക്കുന്ന, ഞാൻ സൂചിപ്പിച്ചല്ലോ, പാപം ഇന്നതാണ്. ദൈവത്തിൻ്റെ വാക്കിനെ അവഗണിക്കുന്നു, തിന്മയുടെ സ്വരം കേൾക്കാൻ പോകുന്നു, നമുക്ക് വീഴ്ച വരുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു. പാപം വരുത്തി വെക്കുന്ന തകർച്ച. ഈ തകർച്ചയും ഞാൻ നിങ്ങൾക്ക് ധ്യാനിക്കാൻ വേണ്ടി തരുന്നത് ആദ്യ ഈ വീഴ്ചയുടെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ ഈ ആദത്തിൻ്റെ ഹവ്വയുടെ വീഴ്ചയുടെ ആ പശ്ചാത്തലം തന്നെയാണ് ധ്യാനിക്കാൻ നിങ്ങൾക്ക് തരുന്നത്. പാപം വരുത്തി വെക്കുന്ന 1-ാം തകർച്ച ഞാൻ പഠിപ്പിക്കുന്നു. ഓരോ പാപവും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. നിങ്ങൾ ധ്യാനിക്കുക, ആ ആദ്യ പാപത്തിൻ്റെ ഭാഗം തന്നെ ഒന്ന് മനസ്സിലോർത്ത് ധ്യാനിക്കുക. പാപം ചെയ്ത അന്ന് വരെ ദൈവവുമായിട്ട് എത്രയോ അടുത്തൊരു ബന്ധം ഈ ആദത്തിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്നു. ഈ പ്രിയ മക്കളെ കാണാൻ ദൈവം ഓരോ ദിവസവും പറുദീസ തോട്ടത്തിലെത്തും. ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്നു, സ്നേഹത്തോടെ സംസാരിക്കുന്നു. നാം ഇങ്ങനെ പോലും കാണുന്നല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ കൂടെ എന്ന പോലെ സായാഹ്ന നേരങ്ങളിൽ ദൈവത്തോടൊത്ത് നടക്കാൻ പോലും പോയിരുന്നു ഈ ആദവും ഹവ്വയും. അത്രമാത്രം ഒരടുപ്പം, ഒരു ബന്ധം ദൈവത്തോട് ഇവർക്കുണ്ടായിരുന്നു. ഈ ബന്ധമാണ് ഉലഞ്ഞത് ജീവിതത്തിൽ പാപം വന്നതോടുകൂടി. തിന്മയുടെ സ്വരം കേട്ടു, ദൈവത്തെ അവഗണിച്ചു. ദൈവം വരുന്നുണ്ട് വീണ്ടും. ഈ വീണുപോയ മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ദൈവം വരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പം, ഇന്നലെ വരെ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പം ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നിരുന്ന യാദവും ഹവയും ഇന്നിതാ ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പം അവർ ഓടിയൊളിക്കുന്നു, മരത്തിൻ്റെ പിന്നിൽ പോയി മറഞ്ഞിരിക്കുന്നു. പാപം വരുത്തി വെക്കുന്ന 1-ാം തകർച്ച ഇവിടെ ധ്യാനിക്കാനുണ്ട്. ഓരോ പാപവും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു, ദൈവകൃപയിൽ നിന്ന് ഓരോ പാപവും നമ്മെ അകറ്റുന്നു. 2-ാമത്തെ തകർച്ച ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നു. ഓരോ പാപവും നമ്മിൽ നിന്ന് അകറ്റുന്നു. കുറ്റബോധത്തിലേക്ക്, നിരാശയിലേക്ക്, ഭയത്തിലേക്ക്, അപകർഷതയിലേക്ക്, തിന്മയുടെ അടിമത്തങ്ങളിലേക്ക് ഒരു മനുഷ്യനെ പാപം നയിക്കും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓരോ പാപവും നമ്മിൽ നിന്ന് അകറ്റുന്നു. ഇതും ധ്യാനിക്കുക. ഈ ആദ്യ പാപത്തിൻ്റെ ആ പശ്ചാത്തലം മനസ്സിലോർത്ത് ധ്യാനിക്കുക. പാപം ചെയ്യുന്ന അന്ന് വരെ ഒന്നിനെക്കുറിച്ചും പരാതിയില്ലാതത്തിന് എല്ലാമുണ്ട്. ആ ഒരു സംതൃപ്തിയോടുകൂടി അവൻ മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ഈ സംതൃപ്തിയാണ്, സന്തോഷമാണ് പാപം വന്നതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നത്. പാപം ചെയ്യുന്ന അന്ന് അവനിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നത് ഇങ്ങനെയാണല്ലോ, പരിഭവപ്പെടുന്നത് ഇങ്ങനെയാണല്ലോ, അയ്യോ ഞാൻ നഗ്നനാണല്ലോ. അവൻ്റെ കുറവുകളാണ് അവൻ കാണുന്നത്. അതുവരെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷവും സംതൃപ്തിയും അവന് നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ നഗ്നനാണല്ലോ. നഗ്നത മറയ്ക്കാൻ വേണ്ടി, നാണം മറയ്ക്കാൻ വേണ്ടി മരത്തിൻ്റെ പിന്നിലോട്ട് മാറുന്ന ഒരാദം. ജീവിതത്തിൻ്റെ സ്വസ്ഥത, ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന സന്തോഷം, അത് പാപം നഷ്ടപ്പെടുത്തി കളയുന്നു. അതാണ് ഞാൻ ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞു തന്നത്. ഓരോ പാപവും നമ്മിൽ നിന്ന് അകറ്റുന്നു. 2 തകർച്ച ഞാൻ പഠിപ്പിച്ചു. 1 ആരിൽ നിന്നകറ്റി? മറുപടി പറഞ്ഞേ. 1 ആരിൽ നിന്നകറ്റി? ഉറക്കപ്പറ ആരിൽ നിന്നകറ്റി? 1 ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി. 2 ആരിൽ നിന്നകറ്റുന്നു? നമ്മിൽ നിന്നകറ്റുന്നു. 3-ാം തകർച്ച ഞാൻ പറഞ്ഞു തരുന്നു. ഓരോ പാപവും നമ്മുടെ സഹോദരങ്ങളിൽ നിന്നകറ്റും. വ്യക്തിബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അവിടെയെല്ലാം തകർച്ച പാപം കൊണ്ടുവരും സഹോദരങ്ങളെ. ഇതും ധ്യാനിച്ചുകൊള്ളൂ. ഞാൻ സൂചിപ്പിച്ച ആദ്യ പാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് തന്നെ ധ്യാനിച്ചുകൊള്ളൂ. പാപം ചെയ്യുന്ന അന്ന് വരെ ആദവും ഹവ്വയും എത്ര സന്തോഷത്തോടുകൂടി അവർ ആ പറുദീസായിൽ കഴിയുന്നു. നമ്മുടെ മനസ്സിലുണ്ട് ഏകനായിരുന്ന ആദം. ഈ ഏകാന്തതയുടെ നൊമ്പരം മാറ്റാൻ വേണ്ടിയിട്ടാണ് അവനൊരു കൂട്ടുകാരിയെ ദൈവം കൊടുക്കുക, ഹവ്വായെ കൊടുക്കുക. ഈ പ്രിയപ്പെട്ടവളെ പറുദീസ തോട്ടത്തിൽ ആദ്യമേ കാണുമ്പോൾ ആദം പറയുന്ന വാക്കുകളുണ്ട്. ഇവൾ എൻ്റെ ജീവൻ്റെ ജീവനാണ്, എൻ്റെ സ്വന്തമാണ് ഇവൾ, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണിവൾ. ഇത് പറഞ്ഞ് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടുന്നു ഈ ഹവ്വായെ കണ്ട് ആദം. അതെ, അത്രയേറെ അടുപ്പവും സ്നേഹവും സന്തോഷവും ഇവരങ്ങും ഇങ്ങും പുലർത്തുന്നു ആ പറുദീസായിൽ കഴിയുമ്പം.
ഈ യോജിപ്പാണ്, ഈ സ്നേഹമാണ് പാപത്തിന്റെ വരവോടെ തകർന്നു പോകുന്നത്. സഹോദരങ്ങളെ, പാപം ചെയ്യുന്ന അന്ന് ദൈവം വരുന്നുണ്ട്. ദൈവം വന്നിട്ട് ആദത്തോട് ചോദിക്കുന്ന, വേദനയോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു? ആദം, എന്തുകൊണ്ട് നീ ഇത് ചെയ്തു? അരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കാതെ എന്നെ നീ ധിക്കരിച്ചു? എന്തുകൊണ്ട് നീ തിന്മയുടെ സ്വരം കേൾക്കാൻ പോയി? സഹോദരങ്ങളെ, ഈ ചോദ്യത്തിന് ആദം കൊടുക്കുന്ന ഒരു മറുപടി നമ്മുടെ മനസ്സിലുണ്ട്. നീ എനിക്ക് കൂട്ടുകൂടാൻ വേണ്ടി തന്ന സ്ത്രീ, അവളാണല്ലോ എല്ലാം ചെയ്തത്. എല്ലാ കുറ്റവും ഹൗവായുടെ മേൽ ഏൽപ്പിക്കുകയാണ് ഈ ആദം. അവളാണ് എല്ലാറ്റിൻ്റെയും കാരണക്കാരി. ഇന്നലെ വരെ ജീവിതത്തിൻ്റെ എല്ലാം ആയിരുന്നവൾ, ആദത്തിന്റെ സന്തോഷമായിരുന്നവൾ, ഇന്നിതാ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരിയാകുന്നു പാപത്തിന്റെ വരവോടെ. ആദം ഹൗവയിൽ നിന്നകലുന്നു, ഹൗവ ആദത്തിൽ നിന്നകലുന്നു. അവർക്കിടയിലുള്ള ബന്ധവും വിശ്വസ്തതയും ആത്മാർത്ഥതയും എല്ലാം ഇതാ പാപം ചെയ്തതോടുകൂടി നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു തന്നത്. ഓരോ പാപവും നമ്മെ സഹോദരങ്ങളിൽ നിന്ന് അകറ്റും, നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന്. അവസാനം ഒരു തകർച്ച കൂടി ഞാൻ പറഞ്ഞു തരികയാണ് ഈ വൈകുന്നേരത്തെ സമയത്ത്. ഓരോ പാപവും പ്രിയപ്പെട്ടവരെ നമ്മെ ഈ പ്രകൃതിയിൽ നിന്ന് പോലും അകറ്റും. അതും ധ്യാനിക്കുക. ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ കാണുന്ന മനുഷ്യന്റെ ആദ്യ വീഴ്ചയുടെ വിവരണം വെച്ചുകൊണ്ട് തന്നെ ധ്യാനിക്കുക. പാപം ചെയ്യുന്ന ആദവും ഹവ്വയും പറുദീസായിൽ നിന്ന് ദൈവമാർ രണ്ടുപേരെയും പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പോയി പണിയെടുക്കണം, ഭൂമിയിലിറങ്ങി അധ്വാനിക്കണം. നമ്മുടെ മനസ്സിലുണ്ട് ഭൂമിയിലിറങ്ങി പകലന്തിയോളം പണിയെടുക്കുന്ന ആദവും ഹവ്വയും. അവസാനം നാം ഉൽപ്പത്തിയുടെ 3-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു സങ്കടം കാണുന്നുണ്ട്. ഈ പണിയെടുത്ത കൃഷിഭൂമി വിളവെടുപ്പിന്റെ കാലത്ത് വിളവെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നാം അവിടെ വായിക്കുക ഇങ്ങനെയാണ്: കൃഷിഭൂമി മുള്ളുകളും മുൾച്ചെടികളുമാണ് കൊടുത്തത്. അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് വിളവെടുപ്പിന്റെ നേരത്ത് ചെല്ലുമ്പം ആ പണിയെടുത്ത ഭൂമി ഫലം കൊടുക്കുന്നില്ല, മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു നിൽക്കുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ പ്രകൃതി പോലും ദൈവത്തെ അവഗണിച്ച് നീങ്ങുന്ന മനുഷ്യന്റെ മുൻപിൽ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ പാപം നമ്മെ ഈ പ്രകൃതിയിൽ നിന്ന് പോലും അകറ്റുന്നു. മനുഷ്യജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പാപം തകർച്ചകൾ കൊണ്ടുവരുമെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചത്. 4 തകർച്ചകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒന്ന് ഓർത്തോർത്ത് പറഞ്ഞേ. 1, ആരിൽ നിന്ന് അകറ്റുന്നു. 2, ആരിൽ നിന്ന് അകറ്റുന്നു? നമ്മിൽ നിന്ന്. 3, ആരിൽ നിന്ന് അകറ്റുന്നു? നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന്. 4, നമ്മെ എന്തിൽ നിന്ന് അകറ്റുന്നു? ഈ പ്രകൃതിയിൽ നിന്ന് പോലും. ഈ പ്രകൃതി പോലും പാപം ചെയ്യുന്ന ഒരു വ്യക്തി, ദൈവത്തെ അവഗണിക്കുന്ന ഒരു വ്യക്തി, ഈ പ്രകൃതി പോലും ആ വ്യക്തിക്കെതിരായി നിൽക്കുന്നു, പുറംതിരിഞ്ഞു നിൽക്കുന്നു. സഹോദരങ്ങളെ, മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാപം തകർച്ചകൾ കൊണ്ടുവരും. ഇതെല്ലാം ഒന്ന് ധ്യാനിക്കാൻ ഞാൻ തരുന്നൊരു തിരുവചനം, മിക്കായുടെ പ്രവചനം 6-ാം അധ്യായം 13 തൊട്ട് 15 വരെ തിരുവചനങ്ങൾ നാം വായിക്കുക. അവിടെ ഇങ്ങനെയാണ്: നിന്റെ പാപം നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും. നീ ഭക്ഷിക്കും, എന്നാൽ ഒരിക്കലും നിന്റെ വിശപ്പ് തീരില്ല. നീ അധ്വാനിക്കും, യാതൊന്നും നിനക്ക് മിച്ചം വെക്കാനൊക്കില്ല. നീ മുന്തിരി പിഴിയും, വീഞ്ഞു നിനക്ക് കുടിക്കാനൊക്കില്ല. നീ ഒലിവാട്ടും, എണ്ണ നിനക്ക് ശേഖരിച്ചു വെക്കാൻ സാധിക്കില്ല. എന്നിട്ട് അവസാന വചനം ദൈവം ഓർമ്മിപ്പിക്കും. കാരണം നീ ദൈവത്തിന്റെ വഴി മറന്ന് പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. നിന്റെ പാപം നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും. നിന്റെ അധ്വാനം നിനക്കൊന്നും മിച്ചം കിട്ടില്ല. നീ അധ്വാനിക്കുന്നതൊന്നും നിനക്ക് അനുഭവിക്കാൻ ഒക്കില്ല. കാരണം നീ ദൈവത്തെ മറന്ന് പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. ഒരു തിരുവചനം കൂടി പരിശുദ്ധാത്മാവ് ഈ രാത്രി തരുന്നത് സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവചനം: നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന് നീ ഓർത്തുകൊള്ളണം. നിന്റെ പാപം നിന്നെ മുറിപ്പെടുത്തുമെന്ന്, നിന്നെ തകർക്കുമെന്ന്, നിന്നെ വേട്ടയാടുമെന്ന് നീ ഓർത്തുകൊള്ളണം. ദൈവത്തിന്റെ മുന്നറിയിപ്പിന്റെ സ്വരമുള്ളൊരു തിരുവചനം. പാപം വരുത്തി വെക്കുന്ന തകർച്ചയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നത് 2 കൊല്ലങ്ങൾക്ക് മുൻപ്, ഒരു 3 കൊല്ലത്തോളമായി ഞാൻ പോട്ടയിലെ ധ്യാന കേന്ദ്രത്തിലായിരിക്കുമ്പോൾ അവിടെ ധ്യാനിക്കാൻ വേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കൊച്ചു സഹോദരൻ, ഒരു 30 വയസ്സവന് പ്രായം കാണില്ല. ധ്യാനത്തിൻ്റെ അവസാന ദിവസങ്ങളിലോട്ടാകുമ്പം അവൻ എൻ്റെ മുറിയിൽ എന്നെ കാണാൻ വേണ്ടി വരുന്നു, പ്രാർത്ഥന ചോദിച്ചു വരുന്നു.
അവൻ്റെ പേരവൻ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. വന്ന സ്ഥലം ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നു വച്ചാ പറഞ്ഞവൻ പരിചയപ്പെടുത്തിയിട്ട് വേഗം ആ കൊച്ചനോട് പറയുന്നു, ജോജോ വച്ചാ ഞാനൊരു എയ്ഡ്സ് രോഗിയാണ്. അവൻ വേഗം പറയുകയാണത്. ഇത് പറഞ്ഞിട്ട് അവൻ വിതുമ്പുന്നു എൻ്റെ മുമ്പിൽ. ഈ രോഗത്തിൻ്റെ പ്രയാസം ആ കൊച്ചു പറയുമ്പം എൻ്റെ പ്രിയ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും അറിയാം. ഈ രോഗം വരുത്തി വയ്ക്കുന്ന പ്രയാസവും ഇതിൻ്റെ മാരകമായ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാം. വൈദ്യശാസ്ത്രം തോറ്റു നിൽക്കുന്ന ഒരു രോഗത്തിൻ്റെ പിടിയിൽ, കൊച്ചു പ്രായത്തിൽ ആ ഒരു രോഗത്തിൻ്റെ പിടിയിലായതിൻ്റെ സങ്കടം മുഴുവനും ആ മുഖത്തുണ്ട്, അവൻ്റെ വാക്കുകളിലുണ്ട്. സഹോദരങ്ങളെ, നല്ലൊരു കത്തോലിക്ക കുടുംബത്തിൽ പിറന്നൊരു കൊച്ച, വീട്ടിലെ മൂത്ത മകനാണ്. അവനവൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നു. നല്ല ദൈവചിന്തയുള്ള മാതാപിതാക്കൾ 2 മക്കളേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ദൈവചിന്തയോടുകൂടി ഈ മക്കളെ വളർത്തണം. ആ ഒറ്റ വിചാരത്തോടെ അധ്വാനിക്കുന്ന മാതാപിതാക്കന്മാർ. ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും സ്നേഹവും എന്നും ആ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഈ കുഞ്ഞുങ്ങളുടെയും കൂടെ ഉണ്ടായിരുന്നു. ഇവൻ പഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ നല്ല ഉയർന്ന വിജയം ദൈവം കൊടുക്കുന്നു. പഠനം തീർന്നിട്ട് ഒരുപാട് കാലം ഒരു ജോലിക്ക് വേണ്ടി അവൻ വിഷമിച്ച് നിൽക്കേണ്ടി വന്നില്ല. ഉടനെ തന്നെ ഒരു നല്ല ജോലി കിട്ടുന്നു. ഈ കിട്ടിയ ജോലിയുടെ ആദ്യ നാളുകളിൽ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിന് പുറത്തൊരു സ്ഥലത്ത് ആദ്യ കൊല്ലങ്ങളിൽ ജോലിക്ക് വേണ്ടി അവൻ പോകുന്നു. വീട്ടിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആദ്യ നാളുകൾ മാതാപിതാക്കന്മാരില്ല, പ്രിയപ്പെട്ടവരില്ല അവനെ ശ്രദ്ധിക്കാനും നോക്കാനും. ആ ഒരു സാഹചര്യത്തിൽ അവൻ വഴിവിട്ടൊരു ജീവിതത്തിലോട്ട് തിരിയുന്നു. തെറ്റായ ചില കൂട്ടുകെട്ടുകൾ, പാപകരമായ ചില ജീവിത രീതികൾ. ഇതാ ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ പിടിയിലായി. ചില രോഗലക്ഷണങ്ങൾ കണ്ട് ഇവൻ മരുന്നിന് വേണ്ടി ചെല്ലുമ്പോൾ പരിശോധന കഴിഞ്ഞ് ഡോക്ടേഴ്സ് പറയുന്നു, മോനെ ഇന്നൊരു പ്രയാസമാണല്ലോ നിന്നിൽ കാണുന്നത്. തകർന്നു പോയ കൊച്ച് ജോലി സ്ഥലത്തുനിന്ന് നീണ്ട ദിവസങ്ങൾ അവധിയെടുത്ത് അവൻ വീട്ടിൽ മടങ്ങിയെത്തിയിട്ട് ഉടനെ പോട്ടയിൽ ധ്യാനിക്കാൻ വേണ്ടി പോകണമെന്ന് അപ്പനോടും അമ്മയോടും പറയുമ്പം ആ ദൈവചിന്ത അവൻ ഇതുവരെയും പോയില്ലല്ലോ, അവധിക്ക് വന്നിട്ടും ധ്യാനത്തിന് പോകണം. ആ നല്ല ചിന്തയോടുകൂടി അവൻ ധ്യാനിക്കാൻ പോകുമ്പോൾ സന്തോഷത്തോടെ അപ്പനും അമ്മയും പറഞ്ഞു വിട്ടതാണ് അവനെ ധ്യാനം കൂടാൻ പോട്ടയിലോട്ട്. അവൻ എന്നോട് പറയുന്നു, അച്ഛാ എൻ്റെ അപ്പനോ എൻ്റെ അമ്മയ്ക്കോ പോലും അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ഒരു തകർന്ന അവസ്ഥയിലാണ് ഇവിടെ വന്നതെന്ന്. അവൻ എന്നോട് പറയുന്നുണ്ട്, വൈദ്യശാസ്ത്രം എൻ്റെ മുമ്പിൽ തോറ്റു നിൽക്കുമ്പോഴും മരുന്നുകളില്ല, ഈ രോഗത്തിന് ഭേദപ്പെടാൻ വേണ്ടി മരുന്നുകളില്ല. ഞാനത് മനസ്സിലാക്കുമ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ കരം, ആ കരം നീട്ടി ദൈവം എന്നെ തൊട്ടാൽ ഈ രോഗത്തിനും ഒരു സൗഖ്യം തരാൻ എൻ്റെ ഈശോയ്ക്ക് പറ്റും. ആ വിശ്വാസത്തോടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വെച്ചാൽ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞവൻ എൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പം സഹോദരങ്ങളെ, ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അവനോട് ചോദിച്ചു, മോനെ നിരാശയോട് കൂടിയാണോ? ധ്യാനം തീരുന്നൊരു സമയമാകുന്നു, അവസാന ദിവസങ്ങളാകുന്നു. ഈ ഒരു രോഗത്തിൻ്റെ നിരാശയോടുകൂടി പ്രയാസത്തോടു കൂടിയാണോ നീ ഇനിയും എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ എനിക്ക് തന്നൊരു മറുപടി ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ആ കൊച്ചു തന്ന മറുപടി എന്തിനച്ചാ ഞാൻ നിരാശപ്പെടണം? എന്തിനു ഞാൻ നിരാശപ്പെടണം? എന്നിട്ട് അവൻ കൂട്ടിച്ചേർത്ത് എന്നോട് ചോദിക്കുന്നു, എൻ്റെ കഴിഞ്ഞ നാളുകളിലെ കുത്തഴിഞ്ഞ ജീവിതം എനിക്ക് സമ്മാനിച്ചതല്ലേ അച്ഛാ ഇത്? അവൻ എന്നിട്ട് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഞാൻ നടക്കേണ്ട വഴിയിൽ ഞാൻ തന്നെ കുഴി കുഴിച്ചു, ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ ചെന്ന് വീണു. ഇന്ന് മുറിവേറ്റവനായി, തകർന്നവനായി, തളർന്നവനായി ഞാൻ നിസ്സഹായതയോടെ നിൽക്കുമ്പം നിരാശപ്പെട്ടത് കൊണ്ടായില്ലല്ലോ അച്ഛാ, ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ഞാൻ ഈശോ തരുന്നൊരു ആശ്വാസത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നിൽക്കുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ അരികിൽ മുട്ടുകുത്തുന്ന ഒരു കൊച്ചു സഹോദരൻ. അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ആ തലയിൽ ഞാൻ ഈ കൈവച്ചവനെ അനുഗ്രഹിച്ചു. പ്രാർത്ഥനയൊക്കെ സ്വീകരിച്ചവൻ മടങ്ങുമ്പം എൻ്റെ മനസ്സിലൂടെ ഒന്ന് കടന്നുപോയൊരു തിരുവചനം, ഇപ്പം നിങ്ങളുമായിട്ട് പങ്കുവച്ച തിരുവചനം തന്നെ, സംഖ്യ 32:23, നിന്റെ പാപം നിന്നെ മുറിപ്പെടുത്തും, വേട്ടയാടുമെന്ന് ദൈവം നമ്മെ നോക്കി പറഞ്ഞ വാക്കുകൾ. സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥകൾ നമ്മെ തകർച്ചയിലേക്ക് നയിക്കും, നഷ്ടങ്ങളും നൊമ്പരങ്ങളും കൊണ്ടുവരും. ജീവിതത്തിൽ പാപം നമ്മിലും നമ്മുടെ കുടുംബത്തിലും ദൈവകൃപയെ നഷ്ടപ്പെടുത്തി കളയും. ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ അവസ്ഥകൾ ഞാൻ തുടങ്ങിയ നേരത്ത് സൂചിപ്പിച്ചുള്ള സമയക്കുറവ് നമ്മുടെ മുൻപിലുണ്ട്. ദൈവത്തിൽ നിന്ന് അകലുന്ന പാപത്തിൻ്റെ വിവിധ മേഖലകളിലോട്ടൊന്നും ഞാൻ ഈ ചെറിയ ധ്യാനത്തിൽ കടക്കുന്നില്ല. ഞാൻ ഇവിടെ ഇന്നൊരു ചെറിയൊരു പുസ്തകം ഞാനിവിടെ വെച്ചേക്കാം. ഈ സങ്കീർത്തിയിൽ പോട്ടയിൽ ധ്യാനിക്കാൻ വരുന്നവർക്ക് നല്ലതുപോലെ കുമ്പസാരിക്കാനും ജീവിതത്തിൻ്റെ കുറവുകളുടെ മേഖലകളൊന്ന് സ്വസ്ഥമായി ശാന്തമായിരുന്നൊന്ന് ധ്യാനിക്കാനും ആത്മശോധന ചെയ്യാനും പോട്ടയിലായിരുന്ന സമയത്ത് ധ്യാനിക്കാൻ വരുന്നവർക്ക് കൊടുത്തിരുന്നൊരു പുസ്തകമാണ്
കടയിൽ വിൽക്കാനൊന്നും ഈ പുസ്തകം വെച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രിൻറ്റിങ് ചാർജ് ഒരു 20 രൂപ വരും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ സംഗീതത്തിൽ ഞാൻ ഏൽപ്പിച്ചേക്കാം ആ പുസ്തകം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സമയക്കുറവ് നമ്മുടെ മുൻപിലുണ്ട്. ജീവിതത്തിൽ ദൈവകൃപ നമുക്കും നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോകുന്ന വിവിധ മേഖലകളിലോട്ടൊന്നും ഞാൻ ഈ ധ്യാനത്തിൽ കടക്കുന്നില്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തോടുകൂടി രാത്രി ഓർപ്പിക്കുന്നൊരു കാര്യം ഇതാണ്: ദൈവത്തിനു മുമ്പിൽ ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ നിങ്ങൾ ജീവിതമൊന്ന് വിലയിരുത്തണം. ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഞാൻ അകന്നു പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ കൃപ എനിക്കും എൻ്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടു പോകാൻ എന്തെങ്കിലുമൊക്കെ പാപകരമായ വീഴ്ചകൾ കാരണമായിട്ട് തീരുന്നുണ്ടോ? ഈ ഒരു ജീവിത വിലയിരുത്തൽ, ഈ ഒരു ആത്മശോധന നിങ്ങൾ ധ്യാനത്തിൻ്റെ 2ാം രാത്രി നടത്തുമ്പം ഞാൻ ധ്യാനിക്കാൻ തരുന്ന തിരുവചനം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 40-ഉം 41-ഉം തിരുവചനങ്ങൾ. നാം അവിടെ ദൈവത്തിൻ്റെ സ്വരം ഇങ്ങനെയാണ് കാണുന്നത്. ദൈവം അരുളി ചെയ്യുന്നു, നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. നമുക്ക് നമ്മുടെ വഴികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയും ദൈവത്തിങ്കലേക്ക് നമുക്ക് തിരിയുകയും ചെയ്യാം. തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ്: നമുക്ക് നമ്മുടെ കരങ്ങളും നമ്മുടെ കണ്ണുകളും സർവശക്തനായ ദൈവത്തിൻ്റെ, കാരുണ്യവാനായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് ഉയർത്താം. വചനം ഒന്നുകൂടി കേൾക്കുക നിങ്ങൾ. നമുക്ക് നമ്മുടെ വഴികൾ, കൃത്യമാണ് വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതം, നാം നടന്ന വഴികൾ, അതാണ് വിലയിരുത്തേണ്ടത്. നമ്മുടെ ധ്യാനത്തിൻ്റെ 2ാം രാത്രി ഞാൻ സ്നേഹത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു, ദയവ് ചെയ്ത് ഇന്ന് ഈ മണിക്കൂറുകളിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ തിരിയണ്ട. ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലും ആരാധനയിലും നമ്മുടെ വീട്ടിലെ കാര്യമോ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ ഒന്നും വേണ്ട എന്ന് ഞാൻ പറയുന്നു. നമുക്ക് നമ്മിലേക്ക് തിരിയാം. ദൈവം നമ്മെ എങ്ങനെ നോക്കിക്കാണുന്നു, നാം നടന്ന വഴികൾ, അതാണ് വചനം പറയുക. നമുക്ക് നമ്മുടെ വഴികൾ അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. സഹോദരങ്ങളെ, നമുക്കറിയാം നാം നടന്ന വഴികൾ തന്നെ, ജീവിതത്തിൻ്റെ ഇന്നലകളിൽ നാം നടന്ന വഴികൾ തന്നെ കൃത്യമായിട്ടൊക്കെ ഒന്ന് കണ്ടെത്തുക, അത് കൃത്യമായിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലും ബുദ്ധിമുട്ടായിരിക്കെ മറ്റുള്ളവരിലേക്കും കൂടി നാം നോക്കാൻ പോയാൽ നമ്മുടെ ജീവിത പരിശോധന ധ്യാനത്തിൽ ഇന്ന് ഒരിടത്തും എത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാളെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യേകം നിൽക്കാം. മറ്റന്നാൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യേകമായിട്ട് നിന്ന് പ്രാർത്ഥിക്കാം. ധ്യാനത്തിൻ്റെ 2ാം ദിവസം നമുക്കൊറ്റ കാര്യം മാത്രമാണ് ധ്യാനിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതം, നാം നടന്ന വഴികൾ, ദൈവം എങ്ങനെ നമ്മെ നോക്കിക്കാണുന്നു, ദൈവത്തിന് മുമ്പിൽ അവൻ്റെ പ്രിയപ്പെട്ട ഒരു മകനായി, മകളായി നിൽക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ജീവിത വിലയിരുത്തലിലേക്ക് നിങ്ങളെ ഈ ധ്യാനത്തിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം 2 കാര്യങ്ങൾ എനിക്ക് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്: ദൈവത്തിന് മുമ്പിൽ ജീവിതം വിലയിരുത്തുമ്പം ഒരാളും ഒരു നീതീകരണത്തിന്, ഒരു ന്യായീകരണത്തിന് ശ്രമിക്കരുത്. കുറ്റങ്ങൾ വന്നിട്ടുണ്ടോ, കുറവുകൾ വന്നിട്ടുണ്ടോ, ദൈവത്തിന് മുമ്പിൽ നമുക്കത് അംഗീകരിക്കാം, ഏറ്റുപറയാം. ദൈവമേ, ഞാനൊരു പാപിയാണ്, എന്നോട് കരുണയായിരിക്കണേ. ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ കുറവുകളിലേക്ക് കവിഞ്ഞൊഴുകാൻ, നമ്മുടെ പാപത്തിൻ്റെ കറകൾ മുഴുവനും ഈശോ മായ്ച്ചു കളഞ്ഞ് വലിയ വിശുദ്ധീകരണത്തിലേക്കും ദൈവകൃപയിലേക്കും സൗഖ്യത്തിലേക്കും ഈശോ കൂട്ടിക്കൊണ്ടുവരാൻ, അതിനു വേണ്ടിയാണ് ഞാൻ ഈ 2 കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ഒന്ന്, ജീവിത വിലയിരുത്തൽ നടത്തുമ്പം ഒരു നീതീകരണം വേണ്ട, ഒരു ന്യായീകരണം വേണ്ട. കുറവുകളുണ്ടോ, വീഴ്ചകളുണ്ടോ, ഉള്ളതുള്ളതുപോലെ തിരിച്ചറിയാം. ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മുടെ ജീവിതം തുറന്നു വെക്കാം, ദൈവത്തോട് മാപ്പ് ചോദിക്കാം. ഞാനിത് പറഞ്ഞു തരുമ്പം നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് വായിച്ച് ധ്യാനിക്കാൻ തരുന്ന ഒരു സുവിശേഷ ഭാഗം, ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഈശോ പറഞ്ഞ ഉപമ നിങ്ങളുടെ മനസ്സിൽ അതുണ്ട്. 2 മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോ, ഓടിച്ചൊന്ന് ഓർപ്പിച്ച് ഞാൻ പോകാം. ഈ 2 പേരും ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. സഹോദരങ്ങളെ, ഈ 2 പേരും അടുത്തടുത്ത് വന്ന് മുട്ടുകുത്തി നിൽക്കുമ്പോഴും 2 പേരും ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെയാണോ നിൽക്കുക? നാം സംശയിക്കേണ്ടതായിട്ട് വരുന്നു. ഈ ഫരിസയൻ ദൈവത്തിൻ്റെ മുമ്പിലാവില്ല അവനെ നിർത്തിയത്. തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരൻ്റെ മുൻപിൽ അവനെ നിർത്തുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അവന് തോന്നുക. ദൈവമേ, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ, പാപികളും നീതിരഹിതരുമായി ജീവിക്കുന്ന മറ്റു മനുഷ്യരെ പോലെയോ അങ്ങനെയൊന്നുമല്ല ഈ ഞാൻ ജീവിക്കുന്നത്. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദശാംശം കൃത്യമായിട്ടൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്,
ഞാൻ ഇന്നതൊക്കെ ചെയ്യുന്നില്ല, കള്ളത്തരങ്ങൾ കാണിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല. അവനെ തന്നെ നീതീകരിച്ച് ന്യായീകരിച്ച് അവനവന്റെ വീട്ടിലോട്ട് പോയി എന്ന് ഈശോ ഉപമയിൽ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഈശോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആ പള്ളിയിൽ വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന ചുങ്കക്കാരനെ കുറിച്ചാണ്. ആ പാവപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി ദൈവത്തിന് മുമ്പിൽ ജീവിതം വിലയിരുത്തുമ്പം അവൻ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റുപറയുന്ന വാക്കുകൾ ഇങ്ങനെയാണല്ലോ സഹോദരങ്ങളെ: ദൈവമേ, ഞാനൊരു പാപിയാണ്, വലിയൊരു പാപിയാണ് ഞാൻ. നിന്റെ പക്കലേക്ക് കണ്ണുയർത്താനോ കൈകൾ നിന്റെ പക്കലേക്ക് ഉയർത്തി നിന്നെ ഒന്ന് വിളിക്കാനോ ഉള്ള യോഗ്യത എനിക്കില്ല. ഈ പാപിയായ എന്നിൽ കനിയണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അവനും അവന്റെ വീട്ടിലോട്ട് മടങ്ങി. സഹോദരങ്ങളെ, ഈ രണ്ടുപേരും വീട്ടിലോട്ട് മടങ്ങി കഴിയുമ്പം ഈ പറഞ്ഞ ഉപമയുടെ സാരാംശം ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിന്റെ അവസാന ഭാഗത്ത് അതിങ്ങനെയാണ്. ഈശോ പറഞ്ഞു തരുന്നു, തന്നെ നീതീകരിച്ചും ന്യായീകരിച്ചും വീട്ടിലോട്ട് പോയ ഫരിസയനല്ല, സ്വന്തം തെറ്റുകളും കുറവുകളും ദൈവത്തിന് മുമ്പിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ച ചുങ്കക്കാരൻ, അവനത്രേ ദൈവത്തിന്റെ പക്കൽ നീതീകരിക്കപ്പെട്ടത്. ഒന്നുകൂടി കേൾക്കൂ. സ്വന്തം തെറ്റുകളും കുറവുകളും ദൈവത്തിന് മുമ്പിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ, അവനത്രേ ദൈവത്തിന്റെ തിരുമുമ്പിൽ നീതീകരിക്കപ്പെട്ടത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഈ രാത്രിയിൽ എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ സഹോദരങ്ങളെ. ആ ചുങ്കക്കാരനെ പോലെ ഈശോ നീ പ്രിയ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും നിന്റെ മുൻപിൽ ഈ രാത്രി ഒന്നിരുന്ന് ജീവിതമെന്ന് സത്യസന്ധമായിട്ടൊന്ന് വിലയിരുത്താൻ. കുറവുകൾ വന്നിട്ടുണ്ടോ? വീഴ്ചകളും പരാജയങ്ങളും വന്നിട്ടുണ്ടോ? തെറ്റുപറ്റി ഈശോ, എനിക്ക് നിന്റെ പ്രതീക്ഷക്കത്ത് എനിക്ക് എത്താനോ ഉയരാനോ സാധിക്കാതെ പോയി, എന്നോട് ക്ഷമിക്കണേ, കരുണ തോന്നണേ എന്ന് ഉള്ളു തുറന്നൊന്ന് ഒന്ന് 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 പറയാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും തുറവിയും കൊടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കണം ഈശോ. അതാണ് എൻ്റെ പ്രാർത്ഥന. വേറൊന്നിനും വേണ്ടി ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. രോഗം മാറാൻ പ്രാർത്ഥിക്കുന്നില്ല, കുടുംബത്തിൽ സമാധാനം കിട്ടാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, സാമ്പത്തിക ഞെരുക്കങ്ങൾ നിങ്ങളുടെ മാറിക്കിട്ടാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ല. അതൊക്കെ നമുക്ക് നാളെയാകാം, അവസാന ദിവസമാകാം. ഈ രാത്രിയിൽ ഒറ്റ പ്രാർത്ഥന ഇതാണ്: കുറവുകളും വീഴ്ചകളും പോരായ്മകളും ശരിയായി ഒന്ന് മനസ്സിലാക്കി അനുതപിക്കുന്ന ഒരു മനസ്സോടെ, ദൈവമേ ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ വേണ്ട അനുതാപത്തിന്റെ കൃപ, ഈ കൃപയുടെ അഭിഷേകത്താൽ നിറയാൻ ഞാൻ പ്രത്യേകം എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ. രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ട് ഈശോയുടെ രക്ഷയിലോട്ടും സൗഖ്യത്തിലോട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പം. രണ്ടാമത്തെ കാര്യം ഇതാണ്: ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ ഈ രാത്രി ജീവിതം വിലയിരുത്തുമ്പം ദയവ് ചെയ്ത് എൻ്റെ സഹോദരങ്ങൾ ഒന്നും ഒളിപ്പിച്ചു വെക്കാനോ മൂടി വെക്കാനോ ശ്രമിക്കരുത്. ജീവിതത്തിലൊന്നും. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നു സഹോദരങ്ങളെ? ദൈവത്തിൻ്റെ മുമ്പിൽ അത് നിങ്ങളാവട്ടെ, ഈ സംസാരിക്കുന്ന ഞാനാവട്ടെ, എന്തെങ്കിലും മറച്ചു വെക്കാനോ ഒളിപ്പിക്കാനോ നോക്കിയാൽ ഒന്നും നമുക്ക് മറച്ചു വെക്കാനോ ഒളിപ്പിക്കാനോ പറ്റില്ല. നാം അത് അംഗീകരിക്കണം, നാം അത് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ യാതൊന്നും ഒളിപ്പിക്കാനാകില്ല, യാതൊന്നും നമുക്ക് മറച്ചു വെക്കാനാകില്ല. ഉള്ളതുള്ളതുപോലെ നമുക്ക് തുറന്നു വെക്കാം. ഒരു പുസ്തകം തുറന്നു വെക്കും പോലെ, ഒരു തുറന്നു വെച്ച പുസ്തകം പോലെ, ദൈവമേ ഇത്രയേ ഉള്ളൂ ഈ ഞാൻ ഈശോ. നമ്മുടെ ജീവിതം എങ്ങനെയോ അത് അതേപടി ഒന്ന് തുറന്നു വെക്കാനായിട്ട് ശ്രമിക്കണം. ദയവ് ചെയ്തൊന്നും ഒളിപ്പിക്കാനോ മറച്ചു പിടിക്കാനോ നിങ്ങൾ നോക്കരുത്. ഞാനിത് പറഞ്ഞു തരുമ്പം കുറച്ച് പേരൊക്കെ എന്നെ പരിചയമുള്ളവരുണ്ട്. ഇന്നലെ അത് കൈപൊക്കി കാണിച്ചു നിങ്ങൾ. കൂടുതൽ പേരും എന്നെ ആദ്യമായിട്ടൊക്കെ ഈ ദിവസങ്ങളിൽ കാണുന്നതാണ്. ഞാൻ വേഗം വന്ന്, ഇന്നലെ 1 മണിക്കൂറേ കിട്ടിയുള്ളൂ, ഇന്ന് 2ാമത്തെ ദിവസം വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പം ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും ഒളിപ്പിക്കാനൊക്കില്ല, മറച്ചു വെക്കാനൊക്കില്ല. ഞാനിതൊക്കെ അങ്ങ് പറയുമ്പം എന്നെ അങ്ങ് വിശ്വസിക്കാൻ എന്തോരം പറ്റുന്നുണ്ടോ ആവോ നിങ്ങൾക്ക്? ഞാനിത് പറയുമ്പം ഈ വാക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് അത്താഴം കഴിച്ചിട്ട് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയുന്നു. വിശുദ്ധ ഗ്രന്ഥമുണ്ട് വീടുകളിൽ. ബൈബിൾ ഒന്നെടുത്തിട്ട് പ്രഭാഷകന്റെ പുസ്തകം തുറക്കണം. ഏത് പുസ്തകം? ഉറക്കെ പറ. ഏത് പുസ്തകം? ഉറക്കെ പറഞ്ഞാലേ കേൾക്കോളൂ. ഞാൻ ഇത്രേ അകലെയല്ലേ നിൽക്കുന്നേ. ഉറക്കെ പറ. ഏത് പുസ്തകം? പ്രഭാഷകന്റെ പുസ്തകത്തിലെ 23-ാമത്തെ അധ്യായം എടുക്കണം. 23-ാമത്തെ അധ്യായം. എല്ലാവരും ചെയ്യേണ്ടതില്ല. ഞാൻ പറഞ്ഞ കാര്യം, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാൽ ഒളിഞ്ഞിരിക്കില്ല,
മറച്ചു വെച്ചാൽ മറഞ്ഞിരിക്കില്ല എന്ന് പറയുമ്പം അതിനെ അങ്ങ് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസം തോന്നുന്നവരാണ് ചെയ്യേണ്ടത്. വീട്ടിൽ ചെന്നിട്ട് പ്രഭാഷകന്റെ പുസ്തകം എടുക്കണം. ഏതധ്യായം തുറക്കണം? 23-ാം അധ്യായം തുറക്കണം. സാധിച്ചാൽ ആദ്യം തൊട്ട് വായിച്ചു തുടങ്ങിക്കോ. ഇനി നേരം അത്രയും കിട്ടുന്നില്ലെങ്കിൽ 18 തൊട്ട് വചനങ്ങൾ നിർബന്ധമായിട്ടും വായിക്കണം. 23-ാം അധ്യായം 18 തൊട്ട് വചനങ്ങൾ. ഈ വചനഭാഗം വായിക്കുമ്പോൾ സഹോദരങ്ങളെ കണ്ടുമുട്ടുന്ന ഒരു കാര്യം ഇതാണ്: ദാമ്പത്യ ഉടമ്പടി ലംഘിച്ച് ജീവിക്കുന്ന, അവിശ്വസ്തയോടെ ജീവിക്കുന്ന ഒരു കുടുംബനാഥനെ കാണും, ഒരു ഭർത്താവിനെ കാണും. ഭാര്യയെ വഞ്ചിക്കുന്നു, പിള്ളേരെ വഞ്ചിക്കുന്നു, അന്യ സ്ത്രീയുടെ കൂടെ പോയി പാപം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഈ പാപത്തിൻ്റെ വഴിയെ ഈ കുടുംബനാഥൻ പോകുമ്പം ആ മനുഷ്യൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ആ മനുഷ്യൻ കണ്ടെത്തുന്നൊരു ന്യായീകരണം ഇങ്ങനെയാണ്: ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ ആരെ പേടിക്കണം? ആ മനുഷ്യൻ ചോദിക്കുകയാണ്, ഞാൻ ആരെ പേടിക്കണം? ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ എന്തിന് ഈ പാപത്തിൻ്റെ വഴി നിർത്തണം? എന്നിട്ട് പറയുന്നു, എൻ്റെ ഭാര്യ കാണുന്നില്ല, എൻ്റെ പിള്ളേരിതൊന്നും അറിയുന്നില്ല. ഈ പാപത്തിൻ്റെ മ്ലേച്ഛമായ പ്രവൃത്തി ചെയ്തിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം ഭാര്യയും കുഞ്ഞുങ്ങളും വളരെ സ്നേഹത്തോടും അടുപ്പത്തോടും കൂടി എന്നോട് പെരുമാറുന്നു. എൻ്റെ ഭാര്യ കാണുന്നില്ലെങ്കിൽ, എൻ്റെ മക്കൾ അറിയുന്നില്ലെങ്കിൽ, നാട്ടുകാരിൽ ഒരാൾക്ക് പോലും ഞാൻ ഈ ചെയ്യുന്ന പാപകരമായ കാര്യം അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഈ പാപത്തിൻ്റെ വഴി നിർത്തണം? പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഇങ്ങനെ കൂടി ആ മനുഷ്യൻ അവിടെ പറയുകയാണ്. ഭിത്തിയുണ്ടല്ലോ എന്നെ ഒളിപ്പിക്കാൻ, ഇരുട്ടുണ്ടല്ലോ എന്നെ മറയ്ക്കാൻ. ഭിത്തിയുടെ മറയിലും ഇരുട്ടിൻ്റെ മറയിലും കതകടച്ച് കുറ്റിയിട്ട് ഞാൻ ഈ തെറ്റ് ചെയ്യുമ്പം ഒരു കുഞ്ഞു പോലും ഈ ലോകത്ത് ഇത് കാണുന്നില്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ എന്തിന് ഈ പാപത്തിൻ്റെ വഴി നിർത്തണം? സഹോദരങ്ങളെ, ഈ ചിന്തയോടുകൂടി ആ പാപത്തിൻ്റെ വഴി ഈ മനുഷ്യൻ മുന്നോട്ട് പോകുമ്പം നാം ഇവിടെ കാണും, വായിച്ചു പോകുമ്പോൾ നിങ്ങൾ കാണും, ഇടിത്തീ വരും പോലെ ദൈവം ഇറങ്ങി അവൻ്റെ മുൻപിലോട്ട് വരും. എന്നിട്ട് ചോദിക്കും ഈ ചോദ്യം അവനോട്: മോനെ, നീ എന്ത് പറഞ്ഞു? ഭിത്തി നിന്നെ ഒളിപ്പിക്കുന്നെന്നോ? ഇരുട്ട് നിന്നെ മറയ്ക്കുന്നെന്നോ? ഭിത്തിയുടെ മറയിലും ഇരുട്ടിൻ്റെ മറയിലും കതകിന്റെ പിന്നിലും നീ തെറ്റ് ചെയ്യുമ്പം നിന്റെ ഭാര്യ അറിയുന്നില്ല, പിള്ളേര് കാണുന്നില്ല, നാട്ടുകാരറിയുന്നില്ല എന്ന് പറഞ്ഞു നീ പാപത്തിന്റെ വഴിയെ പോകുമ്പം നീ എന്തുകൊണ്ടറിയാതെ പോകുന്നു? നീ എന്തുകൊണ്ട് ഓർക്കാതെ പോകുന്നു? നിന്റെ ദൈവത്തിന്റെ കണ്ണിന് സൂര്യനേക്കാൾ 10,000 മടങ്ങ് വെളിച്ചമുണ്ടെന്ന്. ആ കണ്ണോടുകൂടി നിന്റെ ദൈവം നിന്നെ നോക്കുമ്പം ഭിത്തിയുടെ മറയിലും ഇരുട്ടിന്റെ മറയിലും കതകിന്റെ പിന്നിലും നീ ചെയ്യുന്ന സകല പാപങ്ങളും, നിന്റെ രഹസ്യ പ്രവൃത്തികൾ പോലും നിന്റെ ദൈവം അറിയുന്നുണ്ടെന്നും കാണുന്നുണ്ടെന്നും നീ എന്തുകൊണ്ടറിയാതെ പോകുന്നു, ഓർക്കാതെ പോകുന്നു? പറഞ്ഞു കൊടുത്തിട്ട് ദൈവം ഇങ്ങനെ ഒന്നുകൂടി അവനോട് പറയും: മോനെ, ദൈവത്തെ കബളിപ്പിക്കാം എന്ന വ്യാമോഹം അത് വേണ്ട. നിനക്ക് നിന്റെ ഭാര്യയെ കബളിപ്പിക്കാൻ പറ്റും, പിള്ളേരെ കബളിപ്പിക്കാൻ പറ്റും, നാട്ടുകാരെ കബളിപ്പിക്കാൻ പറ്റും, അച്ഛന്മാരെ കബളിപ്പിക്കാൻ പറ്റും. ദൈവത്തെ കബളിപ്പിക്കാം എന്ന വ്യാമോഹം അത് വേണ്ട. നിന്റെ പ്രവൃത്തികൾ മുഴുവനും, നിന്റെ രഹസ്യ പ്രവൃത്തികൾ മുഴുവനും നിന്റെ ദൈവം അറിയുന്നു, നിന്റെ ദൈവം കാണുന്നു. സഹോദരങ്ങളെ, ഈ വചനഭാഗമെങ്കിലും നിങ്ങൾ തുറവിയോടുകൂടി സ്വീകരിക്കുമ്പം ഈ തിരിച്ചറിവിലോട്ട് വരണം. ദൈവത്തിന്റെ മുമ്പിൽ എനിക്കൊന്നും ഒളിപ്പിക്കാനില്ല, എനിക്കൊന്നും മറച്ചു വെക്കാനില്ല. എൻ്റെ സകല പ്രവൃത്തികളും, എൻ്റെ കൊച്ചു വീഴ്ചകൾ പോലും, എൻ്റെ പാപാവസ്ഥകൾ മുഴുവനും എൻ്റെ ദൈവം അറിയുന്നു, കാണുന്നു. ദൈവമേ, പൊറുക്കണേ എന്നോട്. ആ ഒരു തുറവിയോടെ, അനുതാപത്തോടെ നമുക്ക് ഈ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ആയിരിക്കാം സഹോദരങ്ങളെ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചിന്തിക്കണം, ധ്യാനിക്കണം. എൻ്റെ ദൈവം എങ്ങനെ എന്നെ നോക്കുന്നു? എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ഈ ജീവിതം എവിടെ നിൽക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവത്തിൻ്റെ പക്കലോട്ട് എത്തുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിലോട്ട് ദൈവത്തിൻ്റെ കൃപകൾ കരകവിഞ്ഞൊഴുകി വരുന്നില്ല? എൻ്റെ പാപാവസ്ഥയാണോ? ദൈവത്തെ മറന്നുള്ള ജീവിതത്തിൻ്റെ വഴികളാണോ? ഇതിൻ്റെയൊക്കെയും കാരണം എൻ്റെ ദൈവം എന്നെ എങ്ങനെ കാണുന്നു, മനസ്സിലാക്കുന്നു? ഞാനിതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി ചിന്തിച്ചപ്പം എൻ്റെ മനസ്സിലൂടെ കടന്നുപോയൊരു കൊച്ചു സഹോദരി, പോട്ടയിലെ ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അവളെ കണ്ടതും പരിചയപ്പെടുന്നതും. അവൾ ധ്യാനത്തിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ പറയുന്നു: അച്ഛാ, വിവാഹത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്,
മനസ്സമ്മതം കഴിഞ്ഞു, ഇന്ന ദിവസം കല്യാണമാണ്, അതിനു മുൻപൊന്ന് ശാന്തമായിട്ടൊരു 3-4 ദിവസം ഒന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പോട്ടയിൽ വന്നത്. വേറെ പ്രത്യേകിച്ച് അവൾക്ക് പ്രാർത്ഥനകളോ നിയോഗങ്ങളോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുമ്പം വിശുദ്ധമായിട്ട് എനിക്ക് ഈ ജീവിതത്തിലോട്ട് കടക്കണം, വിശുദ്ധമായൊരു കുടുംബജീവിതം എനിക്ക് നയിക്കണം, അതിനു വേണ്ട ദൈവകൃപ ചോദിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും ഒന്ന് നല്ലതുപോലെ ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാനും വേണ്ടിയിട്ടച്ചാ ധ്യാനം കൂടാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയുന്നൊരു കൊച്ച്. അത് പറയുമ്പം തന്നെ സഹോദരങ്ങളെ, നമുക്ക് അവളോടൊരു സ്നേഹം തോന്നുകയാണ്, ഒരു അടുപ്പം തോന്നുകയാണ്. വിവാഹത്തിനൊക്കെ വേണ്ടി ഒരുങ്ങുമ്പം തിരക്കുകൾക്കിടയിലും ഒരു 3-4 ദിവസം ഒന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കണം, ധ്യാനിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു കൊച്ച്. അവളൊരു കോളേജ് അധ്യാപികയാണ്. സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു കോളേജിൽ അവൾ ഈ ജോലി ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. നല്ലൊരു കുടുംബം, കൊച്ചു പ്രായം തൊട്ട് 2 പെമ്മക്കളുള്ള വീട്. ഇത് മൂത്തതാണ് ഇവള്. ജോലിക്കാരാണ് അപ്പനും അമ്മയും, സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയുള്ളൊരു കുടുംബം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ ഈ സമ്പത്തിൻ്റെ സുഖങ്ങളുടെയും പുറകെയല്ല പോകേണ്ടത്. ദൈവചിന്തയിൽ ഞങ്ങളുടെ 2 മക്കളും വളരണമെന്ന വിചാരം ആ അപ്പനും അമ്മയ്ക്കും എന്നും ഉണ്ടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ എന്നും ദേവാലയത്തിൽ പറഞ്ഞു വിടും, എന്നും കുർബാനയിൽ പങ്കെടുക്കും ഈ പിള്ളേര്. ഇവൾ എന്നോട് പറയുന്നു വെച്ചാൽ കോളേജ് പഠനത്തിൻ്റെ കാലം വന്നപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറി അകലങ്ങളിൽ പോയി പഠിക്കേണ്ടി വന്നു, ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കേണ്ടി വന്നു. പക്ഷെ അവിടെയൊക്കെയും എന്നും കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരു പതിവ്, അതിനൊരു മുടക്കം വന്നില്ല. ദൈവം എല്ലാ സാഹചര്യവും എനിക്ക് തന്നു. കോളേജ് പഠനത്തിൻ്റെ ഇടയ്ക്കും ജീസസ് യൂത്തിലും മറ്റ് ഭക്ത സംഘടനകളിലും പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുമൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നൊരു കൊച്ച്. അവൾക്കിങ്ങനെ ഉപരിപഠനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരു കോളേജിൽ ജോലി കിട്ടി. അതിനിടയ്ക്ക് കല്യാണം വരുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആ കൊച്ചടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു മതിപ്പ് തോന്നും, അവളോട് ഒരു ബഹുമാനവും ഒരു സ്നേഹവും തോന്നും. അത്രയും നല്ല ഭക്തിയോടുകൂടി, നല്ല ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നൊരു കൊച്ചു സഹോദരി. അവൾ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കണം. ഞാൻ അവളോടൊരു ചോദ്യം ചോദിച്ചു. നീണ്ട കൊല്ലങ്ങളായിട്ട് ധ്യാന കാര്യങ്ങളോടൊക്കെ വളരെ അടുത്തും ബന്ധപ്പെട്ടുമൊക്കെ നിൽക്കുന്നൊരു കൊച്ച്. ഞാൻ ചോദിച്ച ചോദ്യം, മോളെ പോട്ടെ വന്ന് ധ്യാനം കൂടുന്നു, നീ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട്, കല്യാണത്തിൻ്റെ ഒരുക്കത്തിന് വേണ്ടി പോട്ടെ വന്ന് ഈ ധ്യാനം കൂടുമ്പം ഈ ധ്യാനത്തിലൂടെ നിനക്ക് എന്ത് പ്രത്യേക കൃപ കിട്ടി? ഞാൻ ചോദിച്ചൊരു ചോദ്യം അതാണ്. നിനക്ക് എന്ത് പുതിയ കൃപ കിട്ടി? ഈ ധ്യാനം കൂടി ധ്യാനം തീരാറാകുമ്പം എന്ത് ദൈവകൃപ കിട്ടി? ഒരു ദൈവകൃപയുടെ ഒരു അഭിഷേകം നിനക്ക് പുതിയതായിട്ട് എന്ത് കിട്ടി? സഹോദരങ്ങളെ, അവൾ എനിക്ക് തന്നൊരു മറുപടി, ആ മറുപടി ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. ചോദിച്ചാ, ഞാൻ എന്നും ചിന്തിച്ചിരുന്നു, ഞാൻ നല്ലവളാണ്, ഞാൻ മിടുക്കിയാണ്, എന്നും പള്ളിയിൽ പോകുന്നുണ്ട്, അടുക്കലടുക്കൽ കുമ്പസാരിക്കുന്നുണ്ട്, പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട്, ഭക്തകാര്യങ്ങളിലെല്ലാം വളരെ മുൻപിലുണ്ട്, ഞാൻ നല്ലവളാണ്, ഞാൻ മിടുക്കിയാണ്, എൻ്റെ മാതാപിതാക്കന്മാർക്ക് മുമ്പിൽ ഞാൻ അങ്ങനെയാണ്, നല്ല കൊച്ചാണ് ഞാൻ. എൻ്റെ ഇടവകയിൽ മാറി മാറി വരുന്ന അച്ഛന്മാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവളാണ് ഈ ഞാൻ. ഈ പഠന തിരക്കിനിടയ്ക്കും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും കാറ്റക്കിസം പഠിപ്പിക്കാൻ പോലും ഞാനുണ്ട് മുമ്പിൽ. അച്ഛന്മാരുടെ മുമ്പിൽ നല്ലവളാണ്, മിടുക്കിയാണ് ഞാൻ. ഞാൻ ഇന്ന് ഈ കോളേജിൽ ജോലിക്ക് കയറി 1 കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ, 1.5 കൊല്ലമാകുന്നേ ഉള്ളൂ. പഴയ ടീച്ചേഴ്സ് പലരും ഉണ്ടായിട്ട് ഞാൻ ഈ കോളേജിൽ വന്നപ്പം സിസ്റ്റേഴ്സിനും എന്നോട് വലിയൊരു താല്പര്യവും സ്നേഹവുമാണ്. ഈ പിള്ളേരുടെ ആത്മീയ കാര്യങ്ങൾ നോക്കാൻ വേണ്ട ചുമതല കൂടി സിസ്റ്റേഴ്സ് എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ആ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ഞാൻ നല്ലവളാണ്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുൻപിൽ ഞാൻ നല്ലൊരു അധ്യാപികയാണ്, ടീച്ചറാണ്. അച്ഛൻ എന്നോട് ചോദിക്കുന്ന ധ്യാനം കൂടിയിട്ട് എന്ത് കൃപ കിട്ടിയെന്ന്. എനിക്ക് തരാനുള്ള ഉത്തരവ് ഇതാണച്ചാ എന്ന് പറഞ്ഞിട്ട് അവൾ കൂട്ടിച്ചേർത്ത് പറയുന്നു, എല്ലാവരുടെയും മുമ്പിൽ നല്ലവളായിട്ടും മിടുക്കിയായിട്ടുമൊക്കെ നടന്ന ഈ ഞാൻ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കുന്നു വച്ചാ, എൻ്റെ ഹൃദയം പോലും കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെയോ അത് അതേപടി കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളും എല്ലാം കാണുന്ന മനസ്സിലാക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ അത്ര നല്ലവളൊന്നും അല്ലല്ലോ, അത്ര മിടുക്കിയൊന്നും അല്ലല്ലോ. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല മകളാകാൻ ഞാൻ ഇനിയും ശ്രദ്ധിക്കേണ്ട പല പല കാര്യങ്ങളുണ്ടല്ലോ. ഈ ധ്യാനത്തിലൂടെ കിട്ടിയ വെളിച്ചം അതായിരുന്നു വച്ചാ എന്നെനിക്ക് മറുപടി തന്ന ഒരു കൊച്ചു സഹോദരി. ഞാൻ അവളെ ഓർക്കുന്നു. ഇന്ന് ഈ അങ്കമാലിയിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പം ഞാൻ എന്തിനാ കൊച്ചിനെ ഓർത്തു? സഹോദരങ്ങളെ, നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ എങ്ങനെയാണ്? മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ നിങ്ങളും ഞാനും മിടുക്കരാണ്, ഞങ്ങൾ വൈദികർ നിങ്ങളുടെ മുമ്പിൽ നല്ലവരാണ്, നിങ്ങൾ എല്ലാവരുടെയൊക്കെ മുമ്പിൽ നല്ലവരാണ്.
പള്ളിയിലെ കാര്യങ്ങളിലെല്ലാം മുൻപിലുണ്ട്. ഇതുപോലെ ധ്യാന കാര്യങ്ങൾ എന്ന് വെച്ചാലും അവിടെയൊക്കെ നിങ്ങൾ മുൻപിൽ എല്ലാത്തിനും സഹകരിക്കുന്നുണ്ട്. എല്ലാവരുടെ മുൻപിൽ മിടുക്കരായിട്ടും നല്ലവരായിട്ടുമൊക്കെ മുന്നോട്ട് പോകുന്ന നിങ്ങളും ഞാനും ഈ 50 നോമ്പ് അവസാന ആഴ്ചകളിലോട്ട് കിടക്കുമ്പം ദൈവത്തിന് മുമ്പിൽ നാം വിലയിരുത്തേണ്ട രാത്രി, ദൈവത്തിൻ്റെ മുമ്പിൽ നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നല്ല മകനായി മകളായി നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സമയം ഓടിപ്പോകുന്നു. ഞാൻ അവസാന മിനിറ്റുകളിലോട്ട് ധ്യാനത്തിൽ വചനചിന്തയിൽ വരുമ്പം സഹോദരങ്ങളെ, ഈ ഒരു വിലയിരുത്തലും ധ്യാനവുമായിട്ട് 2-ാം ദിവസം മുന്നോട്ട് പോകുമ്പം ഞാൻ ഇനി നിങ്ങളുടെ മനസ്സിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കണം. നാളെ പകലും പറ്റുന്ന പോലെ ചിന്തിക്കണം. നാളെ വൈകുന്നേരം നിങ്ങൾ ശുശ്രൂഷകൾക്ക് വരുന്ന സമയം വരെ നിങ്ങളുടെ മനസ്സിൽ ഇനി കിടക്കേണ്ട ഒരു വചനം ഞാൻ പറഞ്ഞു തരുന്നു. ആ വചനം യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 18-ാമത്തെ വചനം. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം വചനം പറ. 18-ാമത്തെ വചനം പറയാൻ കിട്ടുമോ ഇവിടെ ആർക്കെങ്കിലും? പരിചയമുള്ള വചനമാണ്. ഞാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിത്തരാൻ പറ്റും. ആർക്കെങ്കിലും ഞാൻ തുടങ്ങാതെ പറയാൻ കിട്ടുമോ? ഈ വചനത്തിനാണ് ദൈവത്തിന്. ഒരമ്മ എഴുന്നേറ്റ് നിന്നു. അമ്മച്ചി പറഞ്ഞു, വരുവിൻ നമുക്ക്. അവർക്ക് പറഞ്ഞു, അമ്മച്ചി എഴുന്നേറ്റ് നിന്ന് അമ്മച്ചി അവർക്ക് പറഞ്ഞു, വരുവിൻ നമുക്ക്. അതെ, ദൈവത്തിൻ്റെ സ്വരമാണത്. ഇരുന്നോ, ഞാൻ പറയാം. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. എന്താ ബാക്കി എന്താ? ദൈവസ്വരം ബാക്കി എങ്ങനെയാ? നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും നിന്നെ ഞാൻ മഞ്ഞുപോലെ വെളുപ്പിക്കാം. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. സഹോദരങ്ങളെ, ദൈവത്തിന് മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ജീവിതം വിലയിരുത്തുമ്പം ഈ ജീവിതത്തിന് എന്തുമാത്രം കുറവുകളും എന്തെല്ലാം പോരായ്മകളും എന്തെല്ലാം വീഴ്ചകളും എന്തുമാത്രം പാപത്തിൻ്റെ കറകളും പറ്റിയിട്ടുണ്ടെങ്കിലും ദൈവം നിന്നെ നോക്കി വിളിക്കുന്ന മകനെ, മകളെ, നിന്നെ നോക്കി ദൈവം പറയുന്ന കാര്യം ഒറ്റ കാര്യമേ ഉള്ളൂ. എൻ്റെ മകനെ, എൻ്റെ മകളെ, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. ഇനി നീ അകന്നകന്ന് പോവല്ലേ. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിനക്ക് വന്ന വീഴ്ചകൾ എത്ര വലുതുമായിക്കോട്ടെ, നിന്റെ പാപത്തിൻ്റെ കറ കടും ചുമപ്പാവട്ടെ, നിന്നെ ഞാൻ മഞ്ഞുപോലെ വെളുപ്പിക്കാം. സ്നേഹത്തോടെ കാരുണ്യത്തോടെ ദൈവം വിളിക്കുമ്പം ആ ദൈവത്തിൻ്റെ സ്വരത്തിന് എൻ്റെ പ്രിയപ്പെട്ട നിങ്ങൾ ചെവി കൊടുക്കണമെന്നാണ് ഈ 2-ാം രാത്രി സ്നേഹത്തോടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ദൈവത്തിൽ നിന്ന് ഇനിയും അകന്നകന്ന് പോകരുത്. ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് ഇനിയും അകന്നകന്ന് നിൽക്കരുത്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ വീഴ്ച എത്ര വലുതുമായിക്കോട്ടെ, നിന്റെ പാപം എത്ര വലുതുമായിക്കോട്ടെ, നിന്നെ ഞാൻ മഞ്ഞുപോലെ വെളുപ്പിക്കാം. സഹോദരങ്ങളെ, ഇരു കൈകളും നീട്ടി ദൈവം നിങ്ങളെ ഈ രാത്രി സ്നേഹത്തോടെ വിളിക്കുമ്പം അനുതാപത്തിൻ്റെ കണ്ണുനീരോടെ ജീവിതത്തിൽ വന്ന കുറവുകളോർത്ത് പൊറുതി തരണേ എന്ന പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആ കൈകളിലേക്ക് ചേർന്ന് നിൽക്കാൻ, നിങ്ങളുടെ കുടുംബത്തെയും ദൈവത്തിൻ്റെ ആ കൈകൾക്കുള്ളിലേക്ക് ചേർത്ത് വെച്ചു കൊടുക്കാൻ സാധിക്കട്ടെ ഈ രാത്രി. ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൃപ നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഈ രാത്രി ഒഴുകട്ടെ. ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കൃപ, ഈശോയുടെ തിരുച്ചോര നമ്മെ കഴുകട്ടെ, ഈ രാത്രി നമ്മെ വിശുദ്ധീകരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ. വലതുകര ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ ഈ തിരുവചനം നിങ്ങളുടെ മനസ്സിൽ നാളെ വൈകുന്നേരം മഞ്ഞേടം വരെ ഇത് കിടക്കണം പറഞ്ഞു തരുമ്പം ധ്യാനിക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം പരിചയമുള്ളൊരു ഉപമ കൂടി ഒന്ന് ഓർപ്പിക്കുന്നു. കൂടുതൽ പറയുന്നില്ല സമയം പോകുമ്പം. ലൂക്ക 15 കാണുന്ന ധൂർത്തപുത്രന്റെ ഉപമ അറിയാവുന്നതാണ്, എനിക്കറിയാം. എങ്കിലും ഇന്ന് വൈകിട്ടോ നാളെ പകൽ എപ്പോഴെങ്കിലുമോ ലൂക്ക 15 തുറന്ന് ആ ഉപമയൊന്ന് വായിച്ച് ശാന്തമായിട്ട് നിങ്ങളൊന്ന് ധ്യാനിച്ച് ചിന്തിച്ചു വന്നം. നാളെ നമ്മുടെ മനസ്സിലുണ്ടത്. ആ കുടുംബം, എല്ലാം ഉണ്ടായിരുന്നൊരു കുടുംബം. ആ ചെറുക്കൻ അവന് ധിക്കാരം കയറുമ്പം അപ്പനോട് ധിക്കാരം പറഞ്ഞ് പോകുന്നു, ദൂരദേശത്തേക്ക് പോകുന്നു. തകർന്ന് ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ പോലും അവൻ പ്രയാസപ്പെടുമ്പം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈശോ പറഞ്ഞ കഥയിൽ വായിക്കുന്നുണ്ട്, അവന് എന്തുണ്ടായി?
സുബോധം ഉണ്ടായി. എന്ത് സുബോധമാവും അവനുണ്ടായത്? പറഞ്ഞു നോക്കുന്നോ? എന്ത് സുബോധമാവും ഉണ്ടായത്? ഇത്രയേ ഉള്ളൂ ഉണ്ടായ സുബോധം. ഞാൻ കിടക്കേണ്ട ഇടത്തല്ലല്ലോ ഞാൻ കിടക്കുന്നത്. അതെ, അത് രക്ഷയുടെ സൗഖ്യത്തിൻ്റെ ആദ്യത്തെ പടിയാണ്. അവന് സുബോധം ഉണ്ടായി. നമ്മുടെ ധ്യാനം 2 ദിവസമാകുന്നു, രണ്ടാം ദിവസം തീരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാടൊന്നും വിശദീകരിച്ച് വചനങ്ങൾ തന്നു പോകാൻ നമുക്ക് നേരമില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ലേ സഹോദരങ്ങളെ നമുക്ക് ഇടയിൽ പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകമല്ലേ നമ്മൾ സ്വീകരിക്കുന്നത്? ഞാൻ ഒരുപാടൊന്നും പറഞ്ഞില്ലെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ട്, പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് ഈ 2ാം ദിവസം ഏതാണ്ട് തീരാറാകുമ്പം ഇതിനകം ഒരു വെളിച്ചം തന്നിട്ടുണ്ട്, ഒരു സുബോധം തന്നിട്ടുണ്ട്. ദൈവമേ, ഇന്ന കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണമല്ലോ, ഇന്ന കാര്യങ്ങൾ ഒന്നുകൂടി കുടുംബത്തിൽ സ്നേഹത്തോടും യോജിപ്പോടും കൂടി പോകണമല്ലോ, ജീവിത പങ്കാളിയെ ഒന്നുകൂടി അംഗീകരിച്ചും മാനിച്ചും ഞാൻ മുന്നോട്ട് പോകണമല്ലോ, എൻ്റെ ഭക്താനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും ഞാൻ ഒന്നുകൂടിയൊക്കെ ശ്രദ്ധിക്കണമല്ലോ, ദൈവികമായ വഴികൾ മറന്ന് ഞാൻ പോകുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമല്ലോ. മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെയുള്ളൊരു വെളിച്ചം, ഒരു സുബോധം അത് തന്നു കഴിഞ്ഞു. സുബോധം കിട്ടിയ ചെറുക്കൻ രക്ഷയുടെ അടുത്ത പടി, അവൻ ചെയ്യുന്നൊരു കാര്യം പ്രധാനപ്പെട്ടതാണത്. അവൻ എന്ത് ചെയ്യുന്നു? അവൻ ഈശോ പറയുന്നൊരു വാക്കെനിക്ക് കിട്ടണം. അവൻ എഴുന്നേൽക്കുന്നുവെന്ന് ഈശോ. അവൻ എഴുന്നേറ്റു. കിടക്കാൻ പാടില്ലാത്തൊരിടത്ത് കിടക്കുന്നു, അവൻ എഴുന്നേറ്റു. ഇത് നമ്മിൽ നിന്നുണ്ടാകേണ്ട ദൈവകൃപയോട് കാണിക്കുന്ന ഒരു പ്രതികരണമാണ്. സുബോധം ദൈവത്തിൻ്റെ കൃപയാണ്. അത് വചനം പങ്കുവെക്കുന്നിടത്തൊക്കെ ആ കൃപ കിട്ടും. ഈ കൃപ കിട്ടിയാൽ, ഈ വെളിച്ചം കിട്ടിയാൽ നാം അതിന് കൊടുക്കേണ്ട റെസ്പോൺസ് ഉണ്ട്, നാം കൊടുക്കേണ്ട ഒരു പ്രതികരണമുണ്ട്. അത് എഴുന്നേൽക്കണം. ഈ എഴുന്നേൽക്കൽ ഇതില്ലാതെ നമുക്ക് സൗഖ്യത്തിൻ്റെ കൃപയിലോട്ടോ വിടുതലിലോട്ടോ രക്ഷയിലോട്ടോ നടന്നെടുക്കാനായിട്ട് സാധിക്കില്ല സഹോദരങ്ങളെ. ഈ എഴുന്നേൽക്കൽ നമ്മിൽ നിന്ന് വേണം. ദൂതപുത്രനിലോട്ട് തന്നെ നോക്കൂ. കൂടുതലൊന്നും ഞാൻ പറഞ്ഞു പോകുന്ന ആ എഴുന്നേൽക്കലൊന്ന് ധ്യാനിക്കാനുണ്ട്. പന്നിക്കൂട്ടി കിടക്കുന്നവൻ എഴുന്നേറ്റു, കിടക്കാൻ പാടില്ലാത്തിടം തിരിച്ചറിയുന്നു, എഴുന്നേൽക്കുന്നു, നടക്കേണ്ട ഇടത്തോട്ട് നടക്കുന്നു, പിതാവിൻ്റെ അടുത്തോട്ട് നടക്കുന്നു. പിന്നീട് ഒരിക്കലും പോലും ജീവിതത്തിൽ ആ പന്നിക്കൂടിലോട്ട് തിരിഞ്ഞു പോയിട്ടില്ല, അവൻ മടങ്ങിപ്പോയിട്ടില്ല. അവൻ അതാണ് മാനസാന്തരം, അതാണ് അനുതാപം. ഞാൻ മാനസാന്തരത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും 1.5 മണിക്കൂർ സംസാരിച്ചാലും ഈ ദൂതപുത്രനെ നോക്കി ധ്യാനിക്കുമ്പോൾ കിട്ടുന്നൊരു വെളിച്ചമുണ്ട്. അത്രയും ഭംഗിയാവില്ല. 1.5 മണിക്കൂർ ഞാൻ മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞാലും അത്രയും ഭംഗിയാവില്ല. കിടക്കാൻ പാടില്ലാത്തൊരിടം ഞാൻ കിടക്കുന്നു, തിരിച്ചറിയുന്ന ആ മകൻ അവൻ എഴുന്നേറ്റു, നടന്നു പോകേണ്ടിടത്തേക്ക്, അടുക്കേണ്ടിടത്തേക്ക് അവൻ നടന്നെടുത്ത് പിതാവിൻ്റെ ഭവനത്തിലോട്ട് ചെന്നു. പിന്നീട് ഒരിക്കലും പോലും ആ ജീവിതത്തിൽ ആ കിടന്ന പന്നിക്കൂട്ടിലോട്ട് മടങ്ങിപ്പോയിട്ടില്ല. ഇതാണ് സഹോദരങ്ങളെ മാനസാന്തരം. ഇതുപോലൊരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടാൻ പ്രത്യേകം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ എഴുന്നേക്കൽ ഞാൻ പറഞ്ഞല്ലോ, സുബോധം. ധ്യാനത്തിനൊക്കെ പോകുമ്പം വചനം താല്പര്യത്തോടെ കേൾക്കാൻ വരുന്ന എല്ലാവർക്കും കിട്ടുന്നത് കാണാറുണ്ട്. പക്ഷേ എഴുന്നേക്കലിൻ്റെ കാര്യം വരുമ്പോഴാണ് പ്രശ്നം. ബലം പിടിച്ചു നിൽക്കും. ചിലർ എഴുന്നേക്കും, പിന്നെയും ആ കുഴിയിലോട്ട് വീഴും. ചിലരിങ്ങനെ വീണ്ടും ബലം പിടിച്ചു നിൽക്കും. എങ്ങനെയെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒന്ന് കിടന്ന് ഏതെങ്കിലും വിധത്തിൽ ഈ എഴുന്നേക്കലിന് തയ്യാറാകാണ്ട് മാറി മാറി നിൽക്കും. എൻ്റെ മനസ്സിലുള്ള ഒരു അനുഭവമുണ്ട്. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനിപ്പിക്കുകയാണ്. ഞാനവിടെ പോപ്പുലർ മിഷൻ ധ്യാനിപ്പിക്കുമ്പം കുമ്പസാര ദിവസം, ബുധനാഴ്ച ദിവസം പല സെൻ്ററുകളിലായിട്ട് ധ്യാനം നടക്കുന്നു. ഞാൻ ധ്യാനിപ്പിക്കുന്ന സെൻ്ററിൽ കുമ്പസാരത്തിന് അച്ഛന്മാർ പലരും വന്നിട്ടുണ്ട്, കുമ്പസാരം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു സഹോദരി, ഞാൻ ഇരുന്ന മുറിയിലോട്ട് അവൾ കയറി വരുന്നു. ഞാൻ കയറി വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ചേച്ചി ഇതേ കുമ്പസാരം നടക്കുന്നുണ്ട്, അച്ഛന്മാരുണ്ടല്ലോ, അവിടേക്ക് പോയാൽ പോരെ. അപ്പം എന്നോട് അവൾ പറയുന്നു, അച്ഛനെ ഒന്ന് കാണണം, ചില കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ട് വേണം എനിക്ക് പോയി കുമ്പസാരിക്കാൻ. ഞാൻ വരാൻ പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. സമയം പോകുന്നില്ല, ഞാൻ 1-2 മിനിറ്റ് കൊണ്ട് അങ്ങ് ഓടിച്ചു ചുരുക്കുന്നു കേട്ടോ. സഹോദരങ്ങളെ, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണവൾ. 2 ദിവസമായിട്ട് വചനം കേൾക്കുന്നു, ധ്യാനത്തിൽ കൂടുന്നു. ഭർത്താവ് ഒരു വിദേശ രാജ്യത്ത് ഗൾഫിൽ ജോലിയെടുക്കുന്ന ഭർത്താവ്. ഞാൻ ചുരുങ്ങിയ വാക്കിലങ്ങ് പറഞ്ഞാൽ
ഒരു 2 കൊല്ലത്തോളമായിട്ട് വേറൊരു പുരുഷനുമായിട്ട് പാപകരമായ ഒരു തെറ്റിൽ കഴിയുകയാണ് ഈ പ്രിയ സഹോദരി. അവൾക്ക് ആ സുബോധം കിട്ടുന്നു, തെറ്റാണിത്, അതവൾക്ക് മനസ്സിലാവുന്നു. പക്ഷേ അവൾ എൻ്റെ അടുത്ത് വരുന്നത് ആ തെറ്റായ ബന്ധത്തിൽ നിന്ന് ഒന്ന് പിന്തിരിഞ്ഞു പോരാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല. അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഞാനതിവിടെ പറയുമ്പോൾ നിങ്ങൾക്കൊരു അതിശയം തോന്നും, എനിക്കതറിയാം, എങ്കിലും എന്നെ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയൊന്ന് അവൾ ചോദിച്ചു. അന്ന് അവൾ എന്നോട് ചോദിക്കുമ്പോഴും എനിക്ക് തോന്നിയതാണ് അതിശയം. അവൾ എന്നോട് വേഗം ചോദിക്കുന്നു, അച്ഛാ ശരിയാണ് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കുന്നു, പക്ഷെ ഞാൻ 2 കൊല്ലത്തിലേറെയായി ഞാനും കൂടിയായി താല്പര്യപ്പെട്ടു തുടങ്ങിയൊരു സൗഹൃദവും ഈ ബന്ധവും ഈ 2 ദിവസം വചനം കേട്ട് ധ്യാനം കൂടി ഞാൻ ഇവിടം കൊണ്ടങ്ങ് നിർത്തിയാൽ എൻ്റെ കൂട്ടുകാരൻ അതിനെ എങ്ങനെ എടുക്കും? എൻ്റെ കൂട്ടുകാരനോട് കാണിക്കുന്ന ഒരു ചതിയാവില്ലേ അത് എന്ന് എന്നോട് ചോദിച്ചൊരു സ്ത്രീ. സഹോദരങ്ങളെ, ഞാൻ പറയുന്നു വീണ്ടും, നിങ്ങൾക്കത് അതിശയം തോന്നും, പക്ഷേ അവളാവില്ല, അവളിൽ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയെ ആകൂ എന്നോട് സംസാരിക്കുക ഈ വിധത്തിൽ. ഞാൻ അതിൽ നിന്ന് പിന്തിരിയുമ്പം എൻ്റെ കൂട്ടുകാരൻ അതിനെ എങ്ങനെ എടുക്കും? അതൊരു ചതിയാവില്ല എന്ന് എന്നോട് ചോദിക്കാൻ എൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ഒരു സഹോദരി. ഞാൻ എന്ത് മറുപടി കൊടുക്കും ഇനി? പോപ്പുലർ മിഷൻ ധ്യാനം രാവിലെയും വൈകിട്ടും ഉണ്ട്. ഇതുപോലെ ഓടിച്ച് തിരക്ക് കൂട്ടിയൊന്നും അല്ല അവിടെ പോകുന്നു. സമയമെടുത്ത് ഓരോ കാര്യങ്ങളും കൃത്യം പറഞ്ഞ് കൊടുത്ത് പഠിപ്പിച്ച് മുന്നോട്ട് ധ്യാനം കൊണ്ടുപോകുമ്പം അനുതാപത്തിലോട്ട് വരണം, പാപത്തിൻ്റെ വഴികളെല്ലാം വെടിയണമെന്നൊക്കെ പറഞ്ഞ് കുമ്പസാരത്തിന് വേണ്ടി ഒരുക്കി കഴിയുമ്പം ഇങ്ങനെ ഒരു ന്യായവും പറഞ്ഞ് ചോദ്യം ചോദിച്ച് മുമ്പിൽ വന്നിരിക്കുമ്പം സത്യത്തിൽ എനിക്ക് ദേഷ്യമാണ് വേഗം വന്നത്. എഴുന്നേൽപ്പിച്ച് വിടാനാണ് എൻ്റെ മനസ്സിൽ വേഗം തോന്നിയതാണ്. പക്ഷെ ആ ചിന്ത വരുമ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത്. വഴക്ക് പറയാനും ഏൽപ്പിച്ച് വിടാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ എന്തെങ്കിലും ഒരു അനുതാപത്തിൻ്റെ ഒരു കൊച്ചു ചലനമെങ്കിലും ഉണ്ടായിട്ടാണല്ലോ വന്ന് നിന്റെ മുൻപിൽ ഇരിക്കുന്നത്. ദേഷ്യപ്പെടരുത്, വഴക്ക് പറയരുത്. ആ ചിന്ത എൻ്റെ മനസ്സിലോട്ട് വരുമ്പോൾ ഞാൻ കഴിയുന്നത് ശാന്തമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ എന്ത് പറഞ്ഞു കൊടുക്കണം? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കിട്ടുന്നുമില്ല. വേഗം എൻ്റെ മനസ്സിലോട്ട് വരുന്നൊരു വെളിച്ചം, തമ്പുരാൻ്റെ ഒരു തോന്നിപ്പാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവശുശ്രൂഷകരായ ഞങ്ങൾക്ക് വേണ്ടി ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും അറിഞ്ഞുകൂടാണ്ട് വരുമ്പോൾ ആരോർപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവശുശ്രൂഷകരായ ഞങ്ങൾക്കുള്ള ഈശോയുടെ വാഗ്ദാനമാണത്. സഹോദരങ്ങളെ, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം. ഞാൻ അവളോട് തിരിച്ചിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. നീ ചോദിക്കുന്നല്ലോ, ഇങ്ങനെയൊക്കെ നീ ചോദിക്കുന്നു, നിന്റെ കൂട്ടുകാരൻ എങ്ങനെ എടുക്കും? കൂട്ടുകാരന് പ്രയാസമാകുമോ, വിഷമമാകുമോ, കൂട്ടുകാരനെ ചതിക്കുവാണെന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഇരിക്കുന്ന ആ മുറിയിൽ ഒരു കുരിശ് രൂപമുണ്ട്. വേഗം എൻ്റെ മനസ്സിലോട്ട് വരുന്ന ചിന്ത, ഞാൻ അവളോട് പറയും, നീ കണ്ടോ കുരിശ് രൂപം? നീ കണ്ടോ? എന്നിട്ട് ഞാൻ അവളോട് ചോദിക്കുന്നു, നീ പറയുന്നു നിന്റെ കൂട്ടുകാരൻ്റെ പ്രയാസം വിഷമമൊക്കെ നീ പറയുമ്പോൾ, മോളെ എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല, വിചാരിക്കുന്നില്ല? ഈ 2-2.5 കൊല്ലം പാപത്തിൻ്റെ വഴിയെ നടന്ന ഈ 2-2.5 കൊല്ലം ഈ കുരിശിൽ നിനക്ക് വേണ്ടി പാടുപീഡകളേറ്റ് മരിച്ച ഈശോ വേദനിക്കുമായിരുന്നെന്നും ഈശോയെ ചതിക്കുമായിരുന്നു എന്നുള്ളൊരു വിചാരം എന്തുകൊണ്ട് നിന്റെ മനസ്സിലൂടെ പോയില്ല? ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പം അതുവരെയും പല ന്യായങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ ഇരുന്നവൾ പിന്നെ എൻ്റെ മുഖത്തോട്ട് നോക്കുന്നില്ല, പയ്യൻ നിലത്തോട്ട് നോക്കിയിരിക്കുമ്പം വേഗം എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടി ചോദിക്കാനായിട്ട് തമ്പുരാൻ തരുന്നൊരു തോന്നിപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നീ പറയുന്നല്ലോ നിന്റെ കൂട്ടുകാരന് വരുന്ന പ്രയാസവും വിഷമവും ഈ തെറ്റായ കൂട്ടുകെട്ട് നിർത്തുമ്പം ഇത് പറയുന്ന നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല മോളെ? നിന്റെ കഴുത്തിൽ മിന്നുകെട്ടിയൊരു മനുഷ്യനുണ്ടല്ലോ, നിനക്ക് വേണ്ടിയിട്ട് നിന്റെ 2 പിള്ളേർക്ക് വേണ്ടിയിട്ടും ഗൾഫിൽ പോയി പൊരി വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്ന നിന്റെ ഭർത്താവില്ലേ? ആ മനുഷ്യനെ വഞ്ചിക്കുവാന്നും ആ മനുഷ്യനെ വേദനിപ്പിക്കുവാന്നും നിനക്ക് എന്തെങ്കിലും തോന്നിയോ? സഹോദരങ്ങളെ, ഈ 2 ചോദ്യങ്ങൾ മതിയായിരുന്നു. ഈ ന്യായവും കാര്യമൊക്കെ പറഞ്ഞ് മുമ്പിലിരുന്നവൾ എൻ്റെ മുമ്പിൽ എഴുന്നേക്കുന്നു. എൻ്റെ അരികിലേക്ക് വന്ന് മുട്ടുകുത്തി ഈ കാലിൽ തൊടുമ്പം കണ്ണീന്ന് വീഴുന്ന കണ്ണീര് എൻ്റെ കാല് പൊള്ളുവാണ്. ജോജോ അച്ഛ, എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും അച്ഛനോട് പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങളാണ് ഞാൻ പറഞ്ഞത്, ന്യായങ്ങളാണ് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം. ഞാൻ തീരുമാനിക്കുന്നു വെച്ചാൽ ഇനി ഒരിക്കലും ഈ ബന്ധമില്ല, ഒരിക്കലും ഈ പാപത്തിന്റെ വഴി ഇനി പോകില്ല. ഈ പാപത്തിന്റെ കൂട്ടുകെട്ടിൽ ഞാൻ നിന്നുകൊടുമ്പം കിട്ടുന്ന എനിക്ക് പല ആനുകൂല്യങ്ങളുണ്ട്, അതൊന്നും ഇനി വേണ്ട എനിക്ക്. എൻ്റെ ദൈവത്തെ വഞ്ചിച്ചിട്ട്, എൻ്റെ ജീവിത പങ്കാളിയെ വഞ്ചിച്ചിട്ട് എനിക്കിനൊരു സുഖവും വേണ്ട, ഒരു നേട്ടവും വേണ്ട.
ഏത് രീതിയിലും പ്രതികരിച്ചോട്ടെ ആ കൂട്ടുകാരൻ, എന്തു വന്നാലും വേണ്ടില്ല, പാപത്തിന്റെ വഴി ഇനിയില്ല തീരുമാനമെടുത്ത് ഇന്ന് 2-2.5 കൊല്ലം കഴിയുന്നു. വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു സഹോദരിയെ ഞാൻ ഓർക്കുന്നു. സഹോദരങ്ങളെ, ഈ രാത്രി ഞാൻ എന്തിനവളെ ഓർത്തു? സുബോധം വചനം കേട്ടിരുന്ന ആ രാത്രി കിട്ടി. എഴുന്നേക്കാനായിട്ട് പറ്റുന്നില്ല. എഴുന്നേക്കണം സഹോദരങ്ങളെ. എഴുന്നേറ്റു നടന്നാലേ ദൈവത്തിന്റെ കൃപയിലോട്ട് അടുക്കാൻ ഒക്കൂ, പിതാവിന്റെ അരികിലെത്താൻ ഒക്കൂ, ആ വീട്ടിൽ ചെന്ന് കയറാൻ ഒക്കൂ. ഇവൻ മടങ്ങിയെത്തുമ്പം ഇറങ്ങി ഓടിച്ചെല്ലുന്നൊരു പിതാവ് അതും മനസ്സിൽ വേണം. പാപത്തിന്റെ എണ്ണോ വണ്ണോ ചോദിക്കുന്നില്ല, ഈ മകനെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ മകൻ മടങ്ങിയെത്തുന്നുവെന്നറിയുമ്പോൾ ഇറങ്ങി ഓടിച്ചെന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു പിതാവ്, ഇവനെ ആ വീട്ടിൽ കൊണ്ടുവന്ന് ഇവന് വേണ്ടി വിരുന്നൊരുക്കി കൊടുക്കുന്ന ഒരു പിതാവ്, മോതിരമണിയിച്ച് അവൻ ആ കുടുംബത്തിലുള്ള എല്ലാ അധികാരങ്ങളും തിരികെ കൊടുക്കുന്ന ഒരു പിതാവ്, പാദരക്ഷകൾ അണിയിച്ച കുടുംബത്തിലോട്ട് സ്വീകരിക്കുന്ന ഒരു പിതാവ്. പാദരക്ഷകൾ അണിയിക്കുന്നു, അതിനും ഒരു ധ്യാനമുണ്ട്. ഈ ജിമ്മി അച്ഛനും ഞാനും ഒക്കെ മംഗലപ്പുഴ സെമിനാരി പഠിക്കുമ്പം ലൂക്കായുടെ സുവിശേഷം ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ മരിച്ചുപോയൊരു വിൻസെൻഷൻ അച്ഛനാണ്, ഒരു കാര്യാമട അച്ഛനാണ്. അന്ന് മംഗലപ്പുഴത്തെ ലൂക്കാ സുവിശേഷത്തിന്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഇപ്പോഴും ഉണ്ട്. യഹൂദ കുടുംബത്തിലെ മക്കൾ മാത്രമേ ചെരുപ്പിട്ട് നടക്കൂ. ഈ മകൻ മടങ്ങിയെത്തുമ്പം ഒരു പാദരക്ഷ പോലും പുതിയത് വാങ്ങിച്ചവരെ അണിയിച്ച കുടുംബത്തിലോട്ട് കയറ്റി എന്ന് പറയുമ്പം ഞങ്ങളെ പഠിപ്പിച്ച കാര്യാമടവച്ചൻ പറഞ്ഞ് പഠിപ്പിച്ചത് ഇപ്പോഴും മനസ്സിലുണ്ട്. ദാസനായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു ചെല്ലുന്നവനെ മകനായിട്ട് സ്വീകരിച്ച കുടുംബത്തിൽ അവനുള്ളത് മുഴുവനും തിരികെ കൊടുക്കുന്ന ഒരു പിതാവ്. സഹോദരങ്ങളെ, കാരുണ്യവാനായ ദൈവത്തിന്റെ, പാപികളോട് കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ, പാപികളെ കുറ്റപ്പെടുത്താതെ അകറ്റിക്കളയാതെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ, നിങ്ങളുടെയും എന്റെയും കണ്ണുകൊണ്ട് കാണാവുന്ന ഏറ്റവും വ്യക്തതയുള്ളൊരു രൂപമാണ് ഈ ലൂക്കിന്റെ 15 ധൂർത്തപുത്രന്റെ പിതാവിലൂടെ ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ പിതാവിന്റെ സ്നേഹത്തിലോട്ടും കാരുണ്യത്തിലോട്ടും നടന്നെടുക്കാൻ ദൈവം തരുന്ന അനുഗ്രഹമായിട്ട് ഈ ധ്യാനത്തെ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും നോക്കിക്കാണണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വന്ന വീഴ്ചകൾ എത്ര വലുതുമായിക്കോട്ടെ, നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ അവസ്ഥകൾ എത്ര മാരകവുമായിക്കോട്ടെ, സഹോദരങ്ങളെ, നമ്മുടെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ കാരുണ്യമെന്ന് തിരിച്ചറിയാൻ വേണ്ട പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം കൊണ്ട് നിറയണം. നിങ്ങൾ ഈ രാത്രി എല്ലാവരും നിറയണം. ഞാൻ എൻ്റെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ അനുഭവത്തിലോട്ട് നടന്നെടുക്കുമ്പം എനിക്ക് വേണ്ടി തുറന്നു പിടിച്ച കൈകളോടെ എൻ്റെ ദൈവം നിൽക്കുമ്പോൾ ആ തുറന്നു പിടിച്ച കൈകളിലേക്ക് ഞാൻ നടന്നെടുക്കുമ്പം എൻ്റെ പാപത്തിന്റെ എണ്ണോ വണ്ണോ ദൈവം ചോദിക്കില്ല. എൻ്റെ പാപത്തിന്റെ കരകൾ മുഴുവനും മായ്ച്ചു കളഞ്ഞ് സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ അനുഗ്രഹിക്കും, എന്നെ സുഖപ്പെടുത്തും. വലിയ വിശുദ്ധീകരണത്തിലേക്ക്, കൃപയിലേക്ക്, ഞാൻ നഷ്ടപ്പെടുത്തിയ കൃപകളെല്ലാം തിരിച്ചു തന്ന് എന്നെ ഒരു പ്രിയ മകനായി മകളായി എൻ്റെ ദൈവം, എൻ്റെ ഈശോ സ്വീകരിക്കും. ഈ വെളിച്ചമാവണം ഈ രണ്ടാമത്തെ രാത്രി നിങ്ങൾ ധ്യാനിച്ച് സ്വന്തമാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഹോസി പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുവചനം നാം വായിക്കും. ദൈവത്തിന്റെ വാക്കുകൾ വായിക്കും. നിന്റെ അവിശ്വസ്തതയുടെ മുറിവുകൾ മുഴുവനും ഞാൻ ഉണക്കും. ദൈവം അരുളി ചെയ്യുന്നു, മകനെ മകളെ, നിന്റെ അവിശ്വസ്തതയുടെ മുറിവുകൾ മുഴുവനും ഞാൻ ഉണക്കും. എൻ്റെ സ്നേഹ ഒഴുക്കി നിന്നെ ഞാൻ കഴുകി വിശുദ്ധീകരിക്കും. എൻ്റെ സ്നേഹം കൊണ്ട് നിന്നെ ഞാൻ കഴുകി വിശുദ്ധീകരിക്കും. കുമ്പസാരത്തെക്കുറിച്ചും കൂടി ഞാൻ ഒന്നും ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നില്ല. നമ്മളൊക്കെ പല ധ്യാനങ്ങൾ കൂടുന്നവരാണ്, കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിലും തമ്പുരാൻ്റെ ഒരു സ്വരം ഇവിടെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കൊരു വചനം മാത്രം ധ്യാനിക്കാൻ തരുന്നു. 32-ാം സങ്കീർത്തനത്തിലെ 3 തൊട്ട് വചനങ്ങൾ. 32-ാം സങ്കീർത്തനം. കുമ്പസാരം ഞാൻ ആരാധനയുടെ അവസാനം സൂചിപ്പിക്കാമെന്ന് കരുതിയതാണ്, ഇപ്പം തന്നെ അങ്ങ് പറയാൻ തോന്നുന്നു. അതായത് ഞാൻ കുമ്പസാരത്തിന് വേണ്ടി നിങ്ങൾ ഈ ധ്യാനത്തിൽ ഒരുക്കുമ്പം ഇന്നത്തെ ആരാധനയെ നമുക്ക് ഒരു അനുതാപ അനുഭവത്തിലോട്ട് വരുന്ന രീതിയിൽ ആരാധന കൊണ്ടുപോകാം. നമുക്ക് ഒരു അനുതാപ ശുശ്രൂഷ ആരാധനയായിട്ട് നടത്താം. സഹോദരങ്ങളെ, കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ സൂചിപ്പിക്കുന്ന ഒറ്റയ്ക്കൊരു വചനം ഞാൻ പറഞ്ഞല്ലോ. 32-ാം സങ്കീർത്തനത്തിന്റെ 3 തൊട്ട് തിരുവചനങ്ങൾ. ദാവീദ് സങ്കീർത്തകൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കരയുന്ന ഒരനുഭവമാണ് ഇവിടെയുള്ളത്. ദാവീദ് പറയുന്നു ദൈവത്തോട്, ദൈവമേ, എൻ്റെ പാപങ്ങൾ ഞാൻ മറച്ചു വെച്ച് ജീവിച്ചപ്പം, എൻ്റെ പാപങ്ങൾ ഞാൻ മൂടി വെച്ച് ജീവിച്ചപ്പം
ദിവസം മുഴുവനും ഞാൻ കരഞ്ഞു കരഞ്ഞെൻ്റെ ശക്തി ക്ഷയിച്ചു പോയി. തൊട്ടടുത്ത വചനം, തൊട്ടടുത്ത വാചകം ഏറ്റുപറച്ചിൽ ഇങ്ങനെയാണ്: വേനൽക്കാലത്തെ ചൂടിൽ എന്നതുപോലെ എൻ്റെ അസ്ഥിയും ശരീരവും ഉണങ്ങി വരണ്ടുപോയി. വീണ്ടും ഏറ്റുപറയുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എൻ്റെ പാപങ്ങൾ എത്ര മൂടി വെച്ചാലും, ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ പിടികൂടുമല്ലോ എന്ന ചിന്ത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. എന്നിട്ട് ദാവീദ് പറയുന്നു, ഞാൻ ഈ ഒളിച്ചുകളി നിർത്തി, എൻ്റെ വീഴ്ചകളും എൻ്റെ പാപാവസ്ഥകളുമെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ തുറന്നേറ്റു പറഞ്ഞു. നീ എല്ലാം ക്ഷമിച്ചു, എൻ്റെ പാപങ്ങളെല്ലാം നീ ക്ഷമിച്ചു. എന്നിട്ട് ഈ ദാവീദ് എഴുതുകയാണ് തൊട്ടു താഴെ, ഓ ദൈവമേ, എത്രയോ വലിയൊരു ആശ്വാസം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ടെത്തുന്നു. എത്രയോ വലിയൊരു ആശ്വാസം. ദാവീദ് സങ്കീർത്തകൻ ഇത് പറയുമ്പോൾ നമുക്കറിയാം ആരാണ് ഈ ദാവീദ്. നമുക്കറിയാം എന്താണ് ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ ചെയ്ത പാപങ്ങൾ. നമുക്കറിയാം ബത്ശേബ എന്ന സ്ത്രീയെ കാണുന്നു, കൊട്ടാരത്തിൽ വിളിപ്പിക്കുന്നു, തെറ്റ് ചെയ്യുന്നു. ഈ പാപം മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവളുടെ ഭർത്താവ് ഊറിയായ ചതിയിൽപ്പെടുത്തി കൊന്നുകളയുന്നു. വ്യഭിചാരം ചെയ്ത ദാവീദ്, കൊലപാതകം ചെയ്ത ദാവീദ്, 5-ാം പ്രമാണം ലംഘിച്ച ദാവീദ്, 6-ാം പ്രമാണം ലംഘിച്ച ദാവീദ്. ഇവിടെയാണ് ഈ മനുഷ്യൻ പറയുക, ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ മൂടി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയിച്ചു, ഒരാളും ഇതറിഞ്ഞിട്ടില്ല. ബത്ശേബയുടെ ഉദരത്തിൽ ഒരു കൊച്ചു വളരുന്നുണ്ടെങ്കിൽ ആ കൊച്ച് എന്റെ കൊച്ചാണ്, ഒരാൾക്കും ഇത് അറിഞ്ഞുകൂടാ. അവളുടെ ഭർത്താവ് ഊറിയ കൊല്ലപ്പെട്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്റെ കരങ്ങളുണ്ട്, എന്റെ ആലോചനകളുണ്ട്, ഒരാളും അത് അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ മൂടി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവമേ, നിന്റെ മുമ്പിൽ എനിക്ക് വിജയിക്കാനൊക്കില്ലല്ലോ, നിന്റെ മുമ്പിൽ എനിക്ക് മൂടി വെക്കാനൊക്കില്ലല്ലോ. ആ മനുഷ്യൻ പറയുകയാണ്, ഞാൻ എത്ര ഈ തെറ്റുകൾ ഒളിപ്പിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ നീ എന്നെ പിടികൂടുമല്ലോ എന്ന ചിന്ത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. നീ എന്നെ പിടികൂടുമല്ലോ എന്ന ചിന്ത അതെന്നും എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം പോലും സ്വസ്ഥതയോടെ ഒന്ന് കിടക്കാൻ, ഒന്ന് ഉറങ്ങാൻ എനിക്ക് സാധിച്ചിട്ടില്ല. വേനൽക്കാലത്തെ ചൂടിൽ എന്ന പോലെ എൻ്റെ അസ്ഥിയും എൻ്റെ ശരീരവും ഉണങ്ങി വരണ്ടുപോയി.